ഇന്ന് എന്നോട് ചോദിച്ചിരിക്കുന്നൊരു ചോദ്യം ശ്രീ മഹാഭാഗവത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 20-ാം അധ്യായത്തിൽ പേജ് 204 മുതൽ ശ്രീ മഹാബലിയുടെ ചരിത്രവും വാമനാവതാരവും മഹാബലിയുടെ ഹോമയജ്ഞത്തിൽ സന്നിധനായതും ഇതിൽ നിന്ന് മഹാബലി എന്നൊരു രാജാവ് കേരളത്തിൽ വന്നതായി കാണുന്നില്ല. ദേവലോകത്തിൽ രാജാവായി വസിക്കവെയാണ് ഇതെല്ലാം ഉണ്ടായത് എന്നും അസുര രാജാവായിരുന്ന മഹാബലിയെ 3 അടി മണ്ണ് വാഗ്ദാനം ചെയ്യിച്ചതും മറ്റും വർണ്ണിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മഹാബലി ചക്രവർത്തി എന്നൊരാൾ കേരളത്തിലുണ്ടായത്? അവസാനം ദേവലോകം മറ്റൊരു തരത്തിലുണ്ടാക്കി അവരെ വാഴിക്കുകയും ഭഗവാൻ തന്നെ സംരക്ഷണം ഏറ്റെടുത്തതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ എന്നാണ്. ഇതെല്ലാം സാങ്കേതികമായ ചില ചോദ്യങ്ങളാണ്. ഭാഗവതത്തിൽ ദേവലോകം വാണിടുന്ന കാലത്താണ് മഹാബലി ചക്രവർത്തിയെ 3 അടി മണ്ണ് ചോദിച്ചുകൊണ്ട് വാമനൻ വന്ന് ദാനം കൊടുക്കാതെ ചവിട്ടി താത്തിയത് എന്നും അവസാനം ഭഗവാൻ തന്നെ സംരക്ഷണം ഏറ്റെടുത്ത് ദേവലോകത്തിൽ സ്ഥിരമായി പാർപ്പിച്ചു എന്നെല്ലാം ഭാഗവതത്തിൽ കാണുന്നു. അതിൽ കേരളമാണ് മഹാബലി രാജ്യം ഭരിച്ചിരുന്നത് എന്ന് കാണുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് കേരളം വന്നത് എന്നാണ് ചോദ്യം. ഈ ഗ്രന്ഥങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നു, 3 അടി മണ്ണ് ചോദിച്ചു എന്ന് സമ്മതിക്കുന്നു. മണ്ണ് എന്നുള്ള വാക്ക് ഭൂമിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമാണത്രേ. ദേവലോകത്തിലും അസുരലോകത്തിലും പോയിട്ട് മണ്ണ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. മണ്ണിലും വിണ്ണിലും എന്നൊക്കെ പറഞ്ഞാൽ മണ്ണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭൂലോകമാണ് എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ ചോദ്യത്തിൽ പറയുന്നു 3 അടി മണ്ണ് ചോദിച്ചു എന്ന് പറയുന്നു. ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആചാര്യന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അസുരന്മാർ ധാരാളം പേർ ഭൂമി വാണിരുന്നത് കൊണ്ട് രാവണനും അസുരനായിരുന്നല്ലോ. രാവണനും ഇന്ത്യയിലല്ല, അല്ലെങ്കിൽ ഭാരതത്തിലല്ല, ഭൂമിയിലല്ല രാജ്യം ഭരിച്ചിരുന്നത്, ദേവലോകത്താണ് എന്നൊക്കെ നാം വാദിക്കേണ്ടതായിട്ട് വരും. ദേവാസുരന്മാർ പലവരും ശാപം കാരണത്താൽ ഭൂമിയിലേക്ക് വന്ന് രാജ്യം ഭരിച്ചിരുന്നു എന്നുള്ളത് ഭാഗവതത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് കാണുന്നു. അപ്പോൾ മണ്ണ് എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ഭൂമി ആയിരുന്നു എന്ന് സ്പഷ്ടമാകുന്നു. പിന്നെ ആ ഭൂമിയിൽ ഭാരതത്തിൽ കേരളമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ഇത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വ്യാഖ്യാനത്തിൽ കേരളമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളിനി കേരളം എന്ന് വിശ്വസിച്ചില്ലെങ്കിലും വിരോധമൊന്നുമില്ല. അത് ഒരു തർക്കവിഷയമായി എടുക്കേണ്ട പ്രശ്നമേ വരുന്നില്ല. മഹാബലി രാജ്യം ഭരിച്ചിരുന്ന കേരളത്തിലാണോ, ഭാരതത്തിലാണോ, ഭൂമിയിലാണോ, ദേവലോകത്താണോ, ഇതൊന്നും അത്ര വലിയ പ്രസക്തമായ ഭാഗങ്ങളേ അല്ല. എന്തിനു വേണ്ടിയായി പുരാണ കഥകളും ഇതിഹാസങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? അതിലടങ്ങിയിരിക്കുന്ന തത്വത്തെ പൊതിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തത്വത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ് എല്ലാ കഥകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും വർഷമായിട്ട് യുഗങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമായതുകൊണ്ട് അത് അങ്ങനെ നടന്നിരിക്കുന്നോ ഇങ്ങനെ നടന്നിരിക്കുന്നോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സമയം ചെലവഴിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ എത്രയോ പണ്ഡിതന്മാർ ഇതിനു വേണ്ടി സമയം കളയുന്നുണ്ട്. ഭജഗോവിന്ദം എന്ന ഒരു ഗ്രന്ഥമെടുത്താൽ ഇവിടെ പണ്ഡിതന്മാർ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദിശങ്കരാചാര്യർ എഴുതിയതാണോ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എഴുതിയതാണോ എന്ന തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമാധി അടഞ്ഞ അന്തരിച്ചുപോയ കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനും പ്രഗത്ഭനുമായിരുന്ന വിദ്യാവാചസ്പതി പനോളി സാർ പറഞ്ഞു അത് ആദിശങ്കരാചാര്യർ എഴുതിയതല്ല എന്ന്. അതിൻ്റെ മുകളിൽ എത്രയെത്ര തർക്കങ്ങളാണ് നടന്നതെന്നറിയാം.
എന്ത് തർക്കം നടന്നാലും ഒരു കൂട്ടർ ആണെന്നും ഒരു കൂട്ടർ അല്ലെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഗ്രന്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഇത് ഏത് ശരി എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരുന്നാൽ ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്നാണ്. നമ്മളിങ്ങനെ തെളിയിച്ചുകൊണ്ടേ നമ്മുടെ ജീവിതം കളയും, നമ്മളങ്ങ് മരിച്ചു പോവുകയും ചെയ്യും. അപ്പം ഇവിടെ ഒരു കഥകളിലൂടെ പോകുമ്പോൾ അതിലുള്ളതായ സ്ഥലകാലഭേദങ്ങളോ രാജാക്കന്മാരുടെ പേരുകളോ അല്ലെങ്കിൽ അവരുടെ വർഷമോ വയസ്സോ ഒന്നും നമ്മളെ സംബന്ധിച്ചോളം ഒരു തർക്കവിഷയമല്ല. ഏതൊരാൾ എന്നോട് ചോദിച്ചാലും ഞാൻ അവർക്കതൊക്കെ അംഗീകരിച്ചു തരുന്നു, അങ്ങനെയാണ് എന്ന് അംഗീകരിച്ചു തരുന്നു. കാരണം അതിലൊരു ആക്കിയിട്ട് കാര്യവുമില്ല. ഇതെല്ലാം തത്വത്തെ ബോധ്യപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ ഭാഗവതത്തിൽ പറഞ്ഞ അത് കേരളമല്ല, ഭാരതമല്ല, മണ്ണെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും മണ്ണുണ്ട് എന്നൊക്കെ ആർക്കെങ്കിലും വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുന്നതിൽ ഒരു വിരോധമില്ല. അപ്പം ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ചും ഞാൻ പറയുന്ന ഭാഗവതങ്ങളിലും രാമായണങ്ങളിലൊക്കെ ധാരാളം പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കാരണം സാധാരണ കാണുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കഥകളൊക്കെ പറഞ്ഞു പോകുന്നത്. ഇതിന് കാരണം സാധാരണ കാണുന്ന ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ പലരും കേട്ടതാണല്ലോ. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു വ്യാഖ്യാനം എന്നുള്ളത് ഒന്ന് പഠിക്കുന്നത് നല്ലതാണല്ലോ എന്ന കാരണത്താലാണ് ഭഗവാൻ സത്യസായി ബാബയുടെ വ്യാഖ്യാനം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മറ്റത് എത്രയോ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിന്താധാര നമ്മളിലുണ്ടാകുന്നു. അതിൽ നമുക്ക് കൊള്ളേണ്ടത് കൊള്ളാം, തള്ളേണ്ടത് തള്ളാം. അതുകൊണ്ട് ഇത് ഇവിടെ വലിയൊരു വിഷയമായി എടുക്കേണ്ടതില്ല. ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഭാഗവതത്തിൽ കേരളം എന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും ശരിയാണ്. എങ്കിൽ തുഞ്ചത്തെഴുത്തിൻ്റെ കിളിപ്പാട്ടിലേക്ക് കടക്കുമ്പോൾ അതിൽ കേരളം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കേരളത്തിന് വെളിയുള്ളവർ പോലും ഇത് സമ്മതിക്കുന്നു. ഉദാഹരണം, പുട്ടപ്പർത്തിയിൽ ആന്ധ്രാപ്രദേശിൽ ഭഗവാൻ സത്യസായി ബാബ ഓണം ആഘോഷിക്കുമ്പോൾ അവിടെ ഉറക്കെ പ്രസംഗിക്കാറ് കേരളം പുണ്യഭൂമിയാണ്, വാമൻ അവതരിച്ചത് കേരളത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ പ്രസംഗം നടത്തുന്നു. അപ്പം ലോകവ്യാപകമായിട്ട് ഒരു വിശ്വാസമാണ് ഇത് കേരളത്തിലാണ്. ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുനെല്ലി എടുത്തു നോക്കിയാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജാവിൻ്റെ പ്രതിക്രിയ ചെയ്ത സ്ഥലം തിരുനെല്ലിയാണ് എന്നും ഇതിന് തെക്കൻകാശി എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമ്പോൾ കേരളത്തിൻ്റെ വെളിയിലേക്ക് പോയാൽ ഇതൊന്നും പലരും വിശ്വസിക്കാൻ തയ്യാറില്ല. ഓരോ സംസ്ഥാനത്തെത്തുമ്പോഴും അവർ അവരുടെ സംസ്ഥാനത്തിൻ്റെ മഹത്വം പല രീതിയിലുള്ളതായ ഐതിഹ്യങ്ങളെ കൊണ്ടും അഭിമാനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭിമാനപുളകിതരായി നമുക്കതിൽ നിന്ന് എന്ത് നേടാൻ കഴിയും എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. അല്ലാതെ അത് ഞങ്ങളതല്ല എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്തിയിട്ട് നമുക്കതൊന്നും കാര്യമായി മനസ്സിലാക്കാനില്ല എന്നുള്ളപരിയായിട്ട് ഇതൊക്കെ നമ്മുടെ രാജ്യം തന്നെയാണ്. അതുകൊണ്ട് ആ സംസ്കാരം നമ്മളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മഹാബലി ചക്രവർത്തിയിൽ നിന്ന് നാം പഠിക്കേണ്ട വലിയൊരു പാഠം, അദ്ദേഹം അസുരനായിട്ട് പോലും മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു. ദാനകർമ്മങ്ങളിൽ അദ്ദേഹത്തെ കവച്ചു വയ്ക്കാൻ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ടാണല്ലോ അവസാനം വാമനൻ വന്നിട്ട് തന്നെ ദാനം ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായി. ജീവത്യാഗമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരു അസുരനായിരുന്നിട്ട് പോലും പരിപൂർണമായും തന്നെ മുഴുവൻ ത്യജിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പം നാം അതൊന്ന് പഠിക്കേണ്ടത് ആ ത്യാഗത്തെക്കുറിച്ച് മാത്രം. അദ്ദേഹം എവിടെ നിന്ന് അത് പറഞ്ഞു എന്നുള്ളത് അത്ര വലിയ പ്രശ്നമല്ല. അല്ലെങ്കിലും യുക്തിയുടെ ചിന്തിക്കുമ്പോൾ അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ഒരടി കൊണ്ട് ആകാശം മുഴുവൻ അളന്നു എന്നാണ്. രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും അളന്നു എന്നാണ്. അപ്പോഴും ഭൂമി അവിടെ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മഹാബലി ചക്രവർത്തി തൻ്റെ തല കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെ നിന്നുകൊണ്ടാണ് ഈ തല കാണിച്ചു കൊടുക്കുന്നത്? ഒരടി കൊണ്ട് ആകാശവും പോയി ഭൂമിയും പോയി, പിന്നെ എവിടെ ഈ മഹാബലി നിൽക്കുന്നത്? അപ്പം രണ്ടടി അടിച്ചു വിളിക്കുന്ന ലോകം മുഴുവൻ രണ്ട് ചവിട്ടുപാതയിലൂടെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി മഹാബലി നിൽക്കാൻ പോലും ഒരിടമില്ല. അങ്ങനെ യുക്തിചിന്തയിലൂടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിലെന്തോ അപാകതയുണ്ട്. അത് സൂക്ഷ്മാർത്ഥത്തിലേക്ക് വരുമ്പോൾ ഒരടി കൊണ്ട് തൻ്റെ പരിപൂർണമാകുന്ന ദേഹത്തെയും രണ്ടാമത്തെ അടി കൊണ്ട് തൻ്റെ മനസ്സിനെയും മൂന്നാമത്തെ അടി കൊണ്ട് തൻ്റെ ജീവനെയും ഈശ്വരന് ദാനം ചെയ്തു എന്ന സൂക്ഷ്മാർത്ഥത്തിലേക്കാണ് അത്ര ഇതെല്ലാം വരുന്നത്. അപ്പോൾ തന്നെ മുഴുവൻ ദാനം ചെയ്യുകയാണ്. അങ്ങനെ മഹാബലി ചക്രവർത്തി ത്യാഗത്തിൻ്റെ മൂർത്തിയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് സൂക്ഷ്മാർത്ഥങ്ങളിലേക്ക്. ഈ തത്വം
നമ്മളെ മനസ്സിലാക്കിക്കുവാനാണ് കഥകളൊക്കെ ഇങ്ങനെ പോകുന്നത് എന്നർത്ഥം. മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഞാനേതായാലും ഇദ്ദേഹത്തിൻ്റെ വാദത്തിന് എതിരല്ല. മഹാബലി ചക്രവർത്തി എവിടെ രാജ്യം ഭരിച്ചാലും എനിക്ക് വിരോധമില്ല. അദ്ദേഹം എവിടെ ജീവിച്ചാലും എനിക്ക് വിരോധമില്ല. അതൊന്നും തന്നെ തർക്കവിഷയങ്ങൾ പെടുന്നതല്ല. അതൊന്ന് ഉൾക്കൊള്ളാവുന്ന തത്വം മാത്രം ഉൾക്കൊള്ളുക. ഇന്നലെ നാം നിർത്തിയത് ഹനുമാനെ മേഘനാഥൻ ബന്ധിതനാക്കി, എന്നിട്ട് രാവണ സദസ്സിൽ കൊണ്ടുപോയി നിർത്തി. രാവണൻ ഇരിക്കാൻ പോലും സ്ഥലം കൊടുക്കാതെ തന്നെ ബന്ധിപ്പിച്ച് നിർത്തിയിട്ട് നീ ആരടോ കുരങ്ങ എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം ശക്തി കൊണ്ട് ബന്ധനത്തിൽ നിന്ന് മുക്തനായി സങ്കല്പത്താൽ വാല് വലുതാക്കി രാവണനെക്കാട്ടിലും ഉയരത്തിൽ ഹനുമാൻ ഇരിക്കുകയും നീ ആരടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ പറയുക ഐ ആം സോ ആൻഡ് സോ, ഐ ആം നാരായണൻകുട്ടി സൺ ഓഫ് ഇന്നാൾ, ഐ ആം ഫ്രം ദിസ് പ്ലേസ്, എന്നിട്ട് എൻ്റെ ഡിഗ്രികളൊക്കെ ഞാൻ പറയും. എന്നാൽ ഹനുമാൻ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ദാസോഹം കോസലേന്ദ്രസ്യ, കോസലാധിപനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ വെറും ദാസനാണടോ രാവണ ഞാൻ. ഇങ്ങനെ ആയിരക്കണക്കിന് ദാസന്മാരിൽ ഏറ്റവും എളിയവനായ ദാസനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെപ്പോലെ എളിയ ദാസൻ മതിയടോ നിന്നോടൊക്കെ എന്ന അർത്ഥത്തിൽ, പിന്നെ ഭഗവാനൊന്നും ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ തന്നെ ഹനുമാൻ സംസാരിച്ചു. ഉടനെ രാവണന് ദൂതൻ എന്ന നിലയ്ക്കല്ല ഹനുമാനെ കണ്ടത്, ശത്രു എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് ഹനുമാനെ ഉടനെ തന്നെ തലവെട്ടണമെന്നും അമ്പെയ്ത് കൊല്ലണമെന്നൊക്കെ പറഞ്ഞപ്പോൾ വിഭീഷണൻ അങ്ങേറ്റം എതിർത്തു. അതൊരിക്കലും ശരിയല്ല, ദൂതനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മണ്ഡോദരി എതിർത്തു. ഈ രാമായണത്തിലൂടെ നമുക്ക് ചില വ്യക്തികളെ പഠിക്കേണ്ടതുണ്ട്. അതായത് ഏത് തിന്മയിലും നന്മയിരിക്കുന്നു എന്ന് കാണുവാനായിരിക്കണം ബാലിയുടെ കൂടെ ഒരു താര. ബാലി എന്തെല്ലാം അക്രമങ്ങൾ ചെയ്യുമ്പോഴും താര ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ധാർമ്മികമാകുന്ന മാർഗത്തിലൂടെ നാം പോകേണ്ടിയിരിക്കുന്നു എന്ന് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമാതിരി രാവണൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുമ്പോഴും മണ്ഡോദരി ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇത് അധർമ്മമാണ്, അധർമ്മമാണ് എന്ന് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം തിന്മകളുടെ സങ്കേതത്തിൽ നമുക്കൊരു നന്മ കാണാൻ കഴിയുന്നു. അങ്ങനെ എത്രയോ സ്ത്രീകളുടെ ചരിത്രങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. അത് കാണിക്കുന്നത് ഭാരത സംസ്കാരത്തിലെ സ്ത്രീകളുടെ മഹത്വവും തിന്മയിലും നന്മയുണ്ട് എന്ന് കാണിക്കുന്നതുമാണ്. ഇതുപോലെ ഇരിക്കണം ഭാരതത്തിലെ എല്ലാ സ്ത്രീകളും എന്നാണ്. എന്നാൽ ഭാരതത്തിലെ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപദേശിക്കാറുണ്ട്. ഏത് കാര്യത്തിലറിയാമോ? പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ മോശക്കാരനാണ്, അതുകൊണ്ട് അതൊന്ന് നന്നാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ അതല്ല ഭർത്താവിന് യഥാർത്ഥമായി കിട്ടേണ്ടതായ ഭാര്യയിൽ നിന്നുള്ള ഉപദേശം. ഭാര്യയിൽ നിന്നുള്ള ഉപദേശം ധാർമ്മികമാകുന്ന കാര്യങ്ങളിൽ ഭർത്താവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവണത ഭാര്യമാർക്ക് വേണം. അതേമാതിരി ഭാര്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത ഭർത്താവിനും വേണമെന്നാണ്. ബാക്കിയെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ വീടും തറവാടും അച്ഛനും അമ്മയും ഒക്കെ താൽക്കാലികമാണ്. നിത്യമായി നമുക്കുള്ളത് വിശ്വനാഥൻ പിതാവ്, നമുക്കെല്ലാം വിശ്വദാത്രി ചരാചര മാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ, രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും പെർമനൻ്റായിട്ട് അത് മാത്രമേ ഉള്ളൂ. അപ്പം അതിലേക്ക് പോകുവാനായിരിക്കണം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ബാലിക്കൊരു താരയും. ഈ സുഗ്രീവൻ അധർമ്മം ചെയ്തപ്പോൾ പോലും താര വന്ന് അങ്ങേറ്റം ഉപദേശിക്കുന്നുണ്ട്. സുഗ്രീവനെ ഉപദേശിക്കുന്നു. വാസ്തവത്തിൽ ബാലി മരിച്ച സ്ഥിതിക്ക് സുഗ്രീവൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. എന്നാലും താര ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. മണ്ഡോദരി 24 മണിക്കൂറും രാവണനെ സന്മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും രാവണൻ അതിനെയൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഭാരത സംസ്കാരത്തിലെ സ്ത്രീകളുടെ മഹത്വം കാണിക്കുകയാണ്. ഇങ്ങനെ രാവണനെ നാനാഭാഗത്തുനിന്നും മണ്ഡോദരിയും അതുമാതിരി സഹോദരന്മാരെ എല്ലാവരും ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, വിഭീഷൺ പ്രത്യേകിച്ച്. എന്നാൽ മേഘനാഥൻ അങ്ങനെയല്ല. മേഘനാഥൻ കൊല്ലണമെന്ന് നിർബന്ധമായി ശഠിച്ചുകൊണ്ടിരുന്നു. വിഭീഷണ നിർബന്ധപ്രകാരം അവസാനം ഒരു തീരുമാനമെടുത്തു. എന്നാൽ പെട്ടെന്ന് കൊല്ലണ്ട, മെല്ലെ മെല്ലെ ചത്തോട്ടെ. മെല്ലെ മെല്ലെ ചാകാൻ എന്താ ചെയ്യേണ്ടത്? വാലിന് തീ കൊളുത്തുക, ഒരിക്കലും കെടാത്തതായ അഗ്നി കൊളുത്തുക. ഇങ്ങനെ വാലിൽ മുഴുവൻ ശീല ചുറ്റിയിട്ട്
അതിൽ പെട്രോളോ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അന്നത്തെ അവൈലബിളായിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് കത്തുന്ന ഓയിൽ എന്താണോ അതൊക്കെ ഒഴിച്ച് അങ്ങനെ തീ കൊടുത്താൽ ഈ തീ പിടിച്ചുകൊണ്ട് തന്നെ അവൻ ചത്തുകൊള്ളും. അതുകൊണ്ട് മെല്ലെ മെല്ലെ ചാവട്ടെ എന്ന അർത്ഥത്തിൽ തീ കൊടുക്കുവാനുള്ളതായ ഉത്തരവായി എന്നാണ്. ഹനുമാൻ ഒന്നും മിണ്ടിയില്ല. ഹനുമാൻ ശക്തിയെക്കുറിച്ച് ഈ അസുരന്മാർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഹനുമാൻ എന്ന് പറഞ്ഞാൽ ഒരു ചാട്ടത്തിന് സൂര്യനിലെത്തി. സൂര്യദേവനിൽ അനവധി പ്രാവശ്യം അവിടെ നിന്ന് താമസിച്ച് സൂര്യനിൽ നിന്നും എല്ലാവിധ പഠനങ്ങളും കഴിഞ്ഞ് ഒരു കണക്കിൽ സൂര്യപുത്രനായി സൂര്യാനുഗ്രഹം വാങ്ങി തിരിച്ചു വന്ന ആളാണ് ഹനുമാൻ. ഹനുമാന്റെ ശക്തികളെക്കുറിച്ച് ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ ഹനുമാനെ വാലിൽ മുഴുവൻ ശീല ചുറ്റി അത് തീ കൊളുത്തപ്പോൾ ഹനുമാൻ തീരുമാനിച്ചു, തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിയ ഈ സന്ദർഭം പരിപൂർണമായിട്ടും ഒന്ന് ഉപയോഗിച്ച് കളയാം. ഇത് ഒരു ലങ്കാദഹനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഹനുമാൻ തീരുമാനിച്ചു എന്നാണ്. ഇങ്ങനെ കിലോമീറ്ററോളം നീളുന്നതായ വാലുമായിട്ട് ഹനുമാൻ ലങ്കാപട്ടണം മുഴുവൻ വാലുകൊണ്ട് അഗ്നിക്കിരയാക്കിയത്രേ. ആകെ അഗ്നിക്കിരയാക്കാത്ത രണ്ട് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് അശോകവനിയിൽ സീത ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അശോകവനി കത്തിച്ചില്ല. മറ്റൊന്ന് വിഭീഷണൻ്റെ കൊട്ടാരവും കത്തിച്ചില്ല. രാവണൻ്റെ കൊട്ടാരം പരിപൂർണമായും കത്തി നശിച്ചു അത്രേ. ലങ്ക മുഴുവൻ കത്തി നശിച്ചു. ലങ്കയിലെ എത്രയോ അസുരന്മാർ കത്തി നശിച്ചു. പലവരും ആ സമയത്ത് അഭയം തേടിയിരുന്നത് അശോകവനിയിലും വിഭീഷണൻ്റെ വീട്ടിലുമായിരുന്നു അത്രേ പലവരും അഭയം തേടിയിരുന്നത്. ഇങ്ങനെ ഹനുമാൻ ഒരു ലങ്കാദഹനത്തിന് പറ്റിയ സമയമാണ് ഇതെന്ന് വിചാരിച്ച് താൻ ആരാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ലങ്കാദഹനം നടത്തി. അവസാനം ഈ വാല് കൊണ്ടുപോയി സമുദ്രത്തിൽ മുക്കി എല്ലാം കെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും അശോകവനിയിലേക്ക് തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് സീതാദേവിയോട് പറയുന്നു, അമ്മേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ സീതാദേവി പറയുകയാണ്, പക്ഷേ ഹനുമാൻ നീ ചെയ്തത് തെറ്റായിപ്പോയി. എത്രയോ നിരപരാധികൾ ഈ അഗ്നിയിൽപ്പെട്ട് മരിച്ചുപോയി. നീ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. നിനക്കിതിന് രാമചന്ദ്രപ്രഭുവിൻ്റെ ആജ്ഞയുണ്ടായിരുന്നോ? നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ ഹനുമാൻ മാപ്പ് പറഞ്ഞു, എനിക്ക് എൻ്റെ കോപം സഹിക്ക വയ്യാതെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണ് അമ്മേ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. വീണ്ടും ഹനുമാൻ നിർബന്ധിച്ചു, എൻ്റെ പുറത്ത് കയറിയാൽ ഞൊടിയിട കൊണ്ട് ഞാൻ ഭഗവാന്റെ അടുത്ത് എത്തിക്കാം. പക്ഷേ സീത സമ്മതിച്ചില്ല. എന്നാണോ ശ്രീരാമചന്ദ്രൻ നേരിട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അന്നേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ ഹനുമാൻ ചോദിച്ചു, എങ്കിൽ അമ്മയെ കണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഒരടയാളം എനിക്ക് തരാം. ശ്രീരാമനെ കണ്ടിരിക്കുന്നു എന്നുള്ളതിന് അടയാളം ഞാൻ തിരിച്ചു തന്നതിന് പകരം സീതാദേവിയെ കണ്ടിരിക്കുന്നു എന്ന് ശ്രീരാമചന്ദ്രപ്രഭുവിനോട് പോയി പറയാൻ ഒരടയാളം തരാമോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ചൂടാമണി എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ഹനുമാൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പ്രഭുവിന് പരിപൂർണമായും വിശ്വാസമാവും, നീ എന്നെ കണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് ചൂടാമണി ഹനുമാൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഈ സീത വളരെ കുറച്ച് ആഭരണങ്ങൾ എന്നും സൂക്ഷിച്ചിരുന്നു. വനത്തിൽ സഞ്ചരിക്കുമ്പോഴും പാതുകങ്ങളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും താലി പോലത്തെ ചില ആഭരണങ്ങളും രാമനെ ഓർക്കാൻ വേണ്ടി ചില ചൂടാരത്നങ്ങളും കാലിലെ ചില മോതിരവും അതൊക്കെ രാമനുമായി ബന്ധപ്പെട്ട് ഒരിക്കലും തൻ്റെ ദേഹത്തു നിന്ന് മാറിപ്പോവാതിരിക്കുവാൻ വേണ്ടി ചില ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ പലതും രാവണൻ തന്നെ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് സീതാദേവി ഇതെല്ലാം എടുത്ത് താഴോട്ടിടുകയുണ്ടായി. ഒരു അടയാളം എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചു. ഇത് സുഗ്രീവൻ്റെ കയ്യിൽ കിട്ടി. സുഗ്രീവൻ ഇത് ഹനുമാന് കൊടുത്തു. ഹനുമാൻ ഇതെല്ലാം കൊണ്ടുപോയിട്ട് നേരെ ശ്രീരാമന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇത് നോക്കാമോ, ഇതിൽ സീതാദേവിയുടെ വല്ല ആഭരണങ്ങളുമുണ്ടോ? ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഞാൻ ഇന്നലെ പറയാൻ മറന്നതുകൊണ്ട് ഇന്ന് ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്. ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആഭരണങ്ങളെല്ലാം ശ്രീരാമചന്ദ്രപ്രഭുവിനെ കാണിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഓ എനിക്ക് ഇതൊന്നും ഓർമ്മയില്ല ലക്ഷ്മണ, നീ നോക്ക് ഇത് വല്ലതും സീതയുടേതാണോ എന്ന്. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ഞാൻ സീതാദേവിയുടെ ആഭരണങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതിൽ കാലിലെ വിരലിലെ ആഭരണമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഇത് അമ്മയുടേതാണോ അല്ലയോ എന്ന്. ബാക്കിയൊന്നും ലക്ഷ്മണൻ കണ്ടിട്ടേയില്ല അത്രേ. അങ്ങനെ ലക്ഷ്മണൻ ഓരോന്നും മാറ്റി 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 കാൽവിരലിലെ മോതിരവും പാദസ്വരവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും എടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് അമ്മയുടെ തന്നെയാണ്. നിത്യവും രാവിലെ ഞാൻ പാദപൂജ ചെയ്യുമ്പോൾ
ഇത് കണ്ട് ഇത് കണ്ണിൽ വെച്ച് ഇത് നമസ്കരിച്ചാണ് ഞാൻ എന്നും നിത്യജീവിതത്തിലേക്ക് ഇറങ്ങാറ് എന്ന് ലക്ഷ്മണൻ പറയുകയും സീതാദേവി കാതിലോ കഴുത്തിലോ കയ്യിലോ ധരിക്കുന്നത് എന്താണെന്ന് ലക്ഷ്മണൻ ഇതേവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മറ്റൊരു സംസ്കാരത്തെ കാണിക്കുകയാണ്. ഇവിടെയാണ് സഹോദരന്മാരും സഹോദരന്മാരുടെ ഭാര്യമാരും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മുടെ സംസ്കാരം നമ്മളെ കാണിക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠ സഹോദരിയെ എങ്ങനെയാണ് നാം കാണേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്മണൻ കാണിക്കുന്നത്. മാതാവിനെ പോലെ തന്നെ അതിലും പതിവ്രതയും പരിപാവനവുമായ അമ്മയുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് അമ്മയുടെ മുഖമോ മറ്റു ദേഹഭാഗങ്ങളോ അല്ല ഞാൻ ശ്രദ്ധിക്കാറ്, എനിക്ക് അമ്മയുടെ പാദം മാത്രമേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സന്മാർഗത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു പ്രതീകമായി ലക്ഷ്മണൻ അവിടെ ഉയരുകയാണ്. പ്രത്യേകിച്ചും വിവാഹിതനായ ലക്ഷ്മണൻ സീതാദേവിയുടെ പാദം മാത്രമാണ് തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്ന് രാമായണം എടുത്തു പറയുകയാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്ന ഇതെല്ലാമാണ് നമ്മുടെ സംസ്കാരത്തിന് എന്നും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ രാമായണം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇതിൽ കുറേ മോശഭാഗങ്ങൾ കാണാം. ആ മോശഭാഗങ്ങളെയൊക്കെ ഒരു പഴം കഴിക്കുമ്പോൾ അതിൻ്റെ തൊലിയായി കരുതുകയും ആ പഴത്തൊലിയെല്ലാം മാറ്റിയിട്ട് അതിനുള്ളിലെ പഴം ഇത്തരം കാര്യങ്ങൾ പഴമായി കാണുകയും അതിനെ നാം പരിപൂർണമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഹനുമാൻ ലങ്കാദഹനം കഴിഞ്ഞ് അവിടെ നിന്നും ചാടി നേരെ വീണ്ടും സമുദ്രതീരത്ത് തന്നെ എത്തുകയാണ്. ഈ ഭാഗത്തുള്ള ഭാരതത്തിൽ എത്തിയതിന് ശേഷം ഹനുമാനിലൂടെ വാനരന്മാർ മുഴുവൻ വിവരമറിഞ്ഞു. സീതാദേവിയെ കണ്ടുപിടിച്ചിരിക്കുന്നു വിവരമറിഞ്ഞ് ഇത് സുഗ്രീവനോട് പറഞ്ഞു. അപ്പോൾ സുഗ്രീവനോട് എന്നിട്ട് വാനരന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സുദിനം ഒന്ന് ആഘോഷിക്കണം, അതുകൊണ്ട് ഇത് ആഘോഷിക്കുവാൻ വേണ്ടി എന്താണ് അങ്ങ് ഞങ്ങളെ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കിഷ്കിന്ധയിൽ അനവധി കാലമായിട്ട് പൂത്ത് തളിർത്ത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ഖനികളുള്ള ഒരു വലിയ വനമുണ്ട്. മധൂവനം എന്നാണ് അതിൻ്റെ പേര്. ഈ മധൂവനം കണ്ട് കൊതിച്ചു നിൽക്കാറാണത്രേ വാനരന്മാർ. കാരണം രാജാവ് അതിൽ കയറാൻ സമ്മതിക്കില്ല, ഒരു ഖനികളും പഴങ്ങളും തിന്നാൻ സമ്മതിക്കില്ല. ഇത് കണ്ട് കൊതിച്ചു നിൽക്കുകയാണ് വാനരന്മാർ. സന്തോഷം കൊണ്ട് സുഗ്രീവൻ അനുവദിക്കുകയാണ്, ഇനി നിങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല, നിങ്ങൾ മധൂവനം മുഴുവൻ ഇഷ്ടം പോലെ മതിച്ച് തിന്നുക എന്ന് പറഞ്ഞ് മധൂവനത്തിലേക്ക് അവരെ വിടുകയാണത്രേ. ഈ സന്തോഷം കൊണ്ട് എല്ലാ വാനരന്മാരും മധൂവനത്തിലേക്ക് കയറി അവിടെയുള്ള എല്ലാ പഴങ്ങളും ഖനികളും തിന്ന് ആസ്വദിക്കുകയായിരുന്നു. അവരുടെ സന്തോഷം അങ്ങനെയാണത്രേ അവർ രേഖപ്പെടുത്തിയത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ശ്രീരാമേന്ദ്ര പ്രഭുവിന് വിവരമറിയിക്കുന്നു, സീതാദേവി അശോകവനിയിലുണ്ട്, അതുകൊണ്ട് ഉടനെ തന്നെ പോയി നാം സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അതിനി എന്ത് ചെയ്യണം? ഈ സേതുബന്ധനമുണ്ട്, ഈ സമുദ്രം അക്കരെ കടക്കണം. സമുദ്രം അക്കരെ കടക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക? ഇത്രയും വലിയൊരു സമുദ്രം എങ്ങനെ അക്കരെ കടക്കാൻ സാധിക്കുമെന്നുള്ള ചിന്തയിലാണ് എല്ലാവരും. അങ്ങനെ ഇതും ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ചിന്തിച്ചിരിക്കുമ്പോൾ ചുറ്റും ഏത് നിമിഷവും രാക്ഷസന്മാർ വന്ന് നമ്മെ അറ്റാക്ക് ചെയ്യിക്കാമെന്നുള്ള രീതിയിൽ വാനരന്മാരെല്ലാവരും ശ്രീരാമൻ്റെ ചുറ്റും വലിയ കോട്ടയുണ്ടാക്കി ഇതിനകത്ത് ശ്രീരാമനെയും ലക്ഷ്മണനെയും എല്ലാം അവിടെ കിടത്തി. ഹനുമാനും സുഗ്രീവനൊക്കെ ചുറ്റും ഇങ്ങനെ ഗദയുമായി കാവൽ നിന്നുകൊണ്ട് സുരക്ഷിതത്വം മാക്സിമം സെക്യൂരിറ്റി നൽകിക്കൊണ്ടാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാമനിങ്ങനെ കിടക്കുകയാണ്, ലക്ഷ്മണൻ്റെ മടിയിൽ തലയും വെച്ച് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അന്ന് പൂർണ്ണ വാവാണ്. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു. ഉദിച്ചു നിൽക്കുമ്പോൾ ശ്രീരാമേന്ദ്രൻ ചോദിച്ചു, ഹേ ലക്ഷ്മണ, ആ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനിൽ ഒരു കറുത്ത പാട് കാണുന്നു, എന്താണ് ആ പാട് എന്ന് നിനക്ക് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഏട്ടാ, എനിക്ക് ശരിക്കും ജ്യേഷ്ഠ എനിക്ക് പറയാൻ പറ്റുകയില്ല, എങ്കിലും അത് ഗർത്തങ്ങളോ മറ്റു കുഴികളോ അങ്ങനെ വല്ലതും ആവാനാണ് സാധ്യത എന്ന്. ഇങ്ങനെ ശ്രീരാമേന്ദ്രൻ സുഗ്രീവനെ വിളിച്ച് പലവരെയും വിളിച്ച് ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ ഓരോ ഉത്തരം പറഞ്ഞു. അവസാനം ഹനുമാനോട് ചോദിച്ചു, നീ എന്താണ് അവിടെ കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ പറയാണ്, ഹേ ഭഗവാൻ, ഞാൻ അവിടെ ഗർത്തങ്ങളൊന്നും കാണുന്നില്ല, ഞാൻ ചന്ദ്രനിൽ കാണുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മുഖം മാത്രമാണ്. അങ്ങതാ അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു.
എനിക്ക് അവിടേക്ക് നോക്കിയാൽ ഭഗവാൻ ശ്രീരാമേന്ദ്രനല്ലാതെ വേറൊന്നിനെയും കാണുവാനില്ല എന്ന് പറഞ്ഞ് റാം റാം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ രാമായണം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഹനുമാന്റെ മനസ്സിൽ എപ്പോഴും ഒരു വിഗ്രഹം മാത്രമേ ഉള്ളൂ. രാമരാമ വിഗ്രഹമല്ലാതെ വേറൊന്നും ഹനുമാന്റെ മനസ്സിലില്ല. പക്ഷേ രാമനെ എതിർക്കുമ്പോൾ ഹനുമാൻ അത്രത്തോളം മറ്റുള്ളവരോട് വിദ്വേഷവും ഹനുമാന് വരിക പതിവാണ്. ഹനുമാൻ തിരിച്ചു വന്ന ശ്രീരാമേന്ദ്രനോട് പറയുകയാണ്, ലങ്കയിൽ മുഴുവൻ ഞാൻ നടന്നപ്പോൾ അവിടെ ഹേ ഭഗവാൻ അവിടെ ചുവന്ന പുഷ്പങ്ങളല്ലാതെ മറ്റൊന്നും കാണുവാനില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്നൊരു പൊട്ടിച്ചിരി കേട്ടു. ആ പൊട്ടിച്ചിരിച്ച് ആരാണെന്ന് നോക്കിയപ്പോൾ അത് നാരദ മഹർഷിയായിരുന്നു. നാരദ മഹർഷി വീണയുമായി വന്ന് താഴെ ഇറങ്ങിക്കൊണ്ട് നാരായണ നാരായണ, എന്താ ഹനുമാനെ ഇങ്ങനെ അസത്യം പറയുന്നത്, കള്ളം പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഹനുമാന് കോപം വന്നു. മഹർഷിയൊക്കെയാണ് ശരി, പക്ഷേ ഞാൻ കള്ളം പറയുന്നു പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ ലങ്ക മുഴുവൻ ഓടി നടന്ന് എല്ലാം കണ്ടിട്ടാണ് വരുന്നത്. അവിടെയുള്ള പുഷ്പങ്ങളൊക്കെ ചുവന്നതാണ്, രാവണനെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. ഉടനെ നാരദ മഹർഷി പറയാണ്, ഹേ ഭഗവാൻ, ഹനുമാൻ പറയുന്നത് കള്ളമാണ്. ലങ്കയിലെ സകല പുഷ്പങ്ങളും വെള്ള പുഷ്പങ്ങളാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഇവർ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമായി. ഹനുമാൻ പറഞ്ഞു ചുവന്ന പുഷ്പമാണ്, നാരദർ പറഞ്ഞു വെള്ളപുഷ്പമാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം കൂടിയപ്പോൾ ചിരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമേന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ഹനുമാൻ ലങ്കയിലേക്ക് പോയത് രാവണനോടുള്ള കോപത്തോടു കൂടിയാണ്. അവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണുകയും സീതാദേവിയെ കാണുകയും ചെയ്തപ്പോൾ ഹനുമാന്റെ ഉള്ളിലെ കോപം ആളിക്കത്തി. കോപം ആളിക്കത്തിയപ്പോൾ അവൻ്റെ കണ്ണിൽ മുഴുവൻ രക്തം ഇങ്ങനെ തിളച്ചു നിൽക്കുകയായിരുന്നു. ഈ രക്തത്തിലൂടെയാണ് അവൻ ലങ്ക മുഴുവൻ കാണുന്നത്. അതുകൊണ്ട് അവന് ചുവപ്പായിട്ട് മാത്രമേ എല്ലാം കാണാൻ സാധിക്കുകയുള്ളൂ. യത് ഭാവം തദ്ഭവതി എന്നാണ്. മഞ്ഞപ്പിത്തം കൂടുതലായി ബാധിച്ച ഒരാൾക്ക് കാണുന്നതെല്ലാം മഞ്ഞ നിറമായിരിക്കുമെന്നാണ്. എന്നാൽ നാരദ മഹർഷി അങ്ങനെയല്ല, നിർവികാരനാണ്. അദ്ദേഹത്തിന് എല്ലായിടത്തും സ്വാത്വികമാകുന്ന ചിന്താഗതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാരദർ എവിടെയും കാണുന്നത് വെള്ള മാത്രമാണ്. അത് ശുഭ്രതയുടെ ഒരു പ്രാധാന്യം മാത്രം കണ്ടുകൊണ്ട് സ്വാത്വികത്തെ മാത്രം കാണുന്ന നാരദൻ പറഞ്ഞതും ശരിയാണ്. അതുകൊണ്ട് ഹനുമാൻ നീ പറഞ്ഞതും ശരിയാണ്, നാരദർ പറയുന്നതും ശരിയാണ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ളതായ തത്വങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഏതൊന്നിനെയും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാറ്റിമറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മളെങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെയാണ് എന്നർത്ഥം. പണ്ടൊരു രാജാവിന് കണ്ണിന് രോഗം ബാധിച്ചു. കണ്ണിന് രോഗം ബാധിച്ചപ്പോൾ രാജകൊട്ടാരത്തിലെ വൈദ്യനെ വിളിച്ചു. ഈ രോഗം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? ഉടനെ വൈദ്യൻ പറഞ്ഞു, ഇതിന് ഒരേ ഒരു നിവൃത്തിയുള്ളൂ രാജാവേ, അങ്ങ് കണ്ണുകൊണ്ട് പച്ച മാത്രമേ കാണാവൂ. കുറേ കാലം അങ്ങ് പച്ച കണ്ടുകൊണ്ടേ ഇരിക്കണമെങ്കിലേ രോഗം മാറുകയുള്ളൂ. ഉടനെ രാജാവ് ശരി, എന്നാൽ ഞാൻ ഇന്ന് അവൾക്ക് പച്ച കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ പച്ച നിറമാക്കി മാറ്റി. എന്നിട്ട് കൊട്ടാരം മുഴുവൻ പച്ച പെയിൻ്റ് അടിച്ചു. അത് കഴിഞ്ഞ് മഹാറാണിയോടും മക്കളോടൊക്കെ പച്ച ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. തൻ്റെ മന്ത്രിമാർക്കും സേനാനായകന്മാർക്കൊക്കെ പച്ച യൂണിഫോം ഇട്ടുകൊടുത്തു. അപ്പം എല്ലാം പച്ച കാണാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടും ഇവരുടെ മുഖം പച്ചയല്ലല്ലോ. ഇവരിതൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം? മുടി കറുപ്പാണ്, മുഖം സ്കിൻ കളറാണ്. ഇങ്ങനെ വന്നപ്പോൾ രാജാവിന് പച്ച കാണാൻ പറ്റുന്നില്ല. രാജാവ് ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു, മഹാറാണി മുഖം മുഴുവൻ പച്ച പെയിൻ്റ് അടിക്കട്ടെ. മക്കൾ മുഴുവൻ പച്ച പെയിൻ്റ് അടിച്ചു. മന്ത്രിമാർ മുഴുവൻ മുഖത്ത് പച്ച പെയിൻ്റ് അടിച്ചു. സേനാനായകന്മാരും തന്നെ കാണാൻ വരുന്ന പ്രജകളൊക്കെ പച്ച പെയിൻ്റ് അടിച്ചിട്ടേ വരാൻ പാടില്ല. അങ്ങനെ കംപ്ലീറ്റ് പച്ചയാക്കി അറിയാതെ രാജാവ് വന്ന ആകാശത്തിൽ നോക്കിയപ്പോൾ അവിടെ ആകാശം പച്ച നിറമല്ല. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് താൻ കാണുന്ന സ്ഥലത്തൊക്കെ പച്ച പന്തലിട്ടു, പച്ച കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലായിടത്തും പച്ച പന്തലിട്ടിട്ടും താനൊന്നറിയാതെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിൽ പച്ചയല്ലാത്തൊക്കെ കാണുന്നു. പച്ച പരവതാനി വിരിക്കാൻ പറഞ്ഞു എല്ലായിടത്തും. അങ്ങനെ കാണുന്നതെല്ലാം പച്ചയാക്കി ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഭക്ഷണം പച്ചയല്ല, വെള്ളം പച്ചയല്ല, ചോറ് പച്ചയല്ല, ദോശ പച്ചയല്ല. ഇതാകെ പ്രശ്നമായി. ഇതെല്ലാം പച്ചയാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. അവസാനം വൈദ്യനെ വിളിച്ചു. വൈദ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങ് വളരെ തെറ്റായ ഒരു ചികിത്സാ പദ്ധതിയാണ് നടത്തിയത്. എല്ലായ്പ്പോഴും പച്ച കാണുവാൻ സാധ്യമല്ല. എത്ര തന്നെ ഞാൻ പച്ചയാക്കി മാറ്റിയിട്ടും പച്ചയാവാത്ത പലതും ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ ചിരിക്കുമ്പോൾ അയാളുടെ പല്ല് പച്ചയല്ല,
അയാളുടെ വായക്കകത്ത് പച്ചയല്ല, ഇങ്ങനെ ഇതെല്ലാം കൂടി പച്ചയാക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വൈദ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, ലോകം മുഴുവൻ പച്ചയാക്കി മാറ്റുവാൻ അങ്ങയ്ക്ക് സാധ്യമല്ല. അതിനു പകരം അങ്ങൊരു പച്ച കണ്ണാട ധരിച്ചിരുന്നെങ്കിൽ എല്ലാം അങ്ങയ്ക്ക് പച്ചയായി കാണാമായിരുന്നു. മറ്റുള്ളവരുടെ നിറം മാറ്റുവാനല്ല ശ്രമിക്കേണ്ടത്, അവനവൻ്റെ നിറം മാറ്റുവാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നാം പുറത്തേക്ക് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സീ ദ ഈവിൾ വിത്തിൻ അസ് ആൻഡ് ഡു നോട്ട് സീ ദ ഈവിൾ ഓഫ് അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരുടെ തിന്മകളെ കാണാതെ നമ്മളിലുള്ള തിന്മകളെ മാത്രം കാണുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാഠമാണ് ഹനുമാനും നാരദരും തമ്മിലുള്ള സംവാദത്തിലൂടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമുക്ക് വേണ്ടി തന്നുള്ള വലിയൊരു പാഠമാണ്. ഇങ്ങനെയുള്ള കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അവരപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഈ സമുദ്രതീരത്തിന് അക്കരെ കടക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് വിഭീഷണൻ ലങ്കയിൽ വളരെ കലശാലായ രീതിയിൽ രാവണനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും സീതയെ വിട്ടുകൊടുക്കണമെന്ന് പറയുകയും അവസാനം രാവണനും വിഭീഷണനും തമ്മിൽ തെറ്റുകയും സീതയെ ഞാൻ തന്നെ ബലം പ്രയോഗിച്ച് രാമൻ്റെ അടുത്തേക്ക് എത്തിക്കുമെന്ന് പറയുകയും അങ്ങനെ തെറ്റിയിട്ട് അവസാനം വിഭീഷണനെ നാട് കടത്തുകയാണ്. ഹനുമാൻ പറഞ്ഞ അന്ന് മുതൽക്ക് വിഭീഷണൻ ഒറ്റ ചിന്താഗതിയുള്ളൂ, താനിനി വെറുതെ ഇരിക്കാൻ പാടില്ല, തൻ്റെ ഭാഗത്തുനിന്ന് പരിശ്രമങ്ങൾ വേണം. സീതാദേവിയെ വീണ്ടും രാമനിൽ ഏൽപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ കഠിനമായി തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠനായിട്ട് തെറ്റുകയും ജ്യേഷ്ഠൻ എന്നേക്കുമായി വിഭീഷണനെ ലങ്കയിൽ നിന്ന് നാട് കടത്തുകയും ചെയ്തപ്പോൾ വിഭീഷണൻ വീണ്ടും രാമൻ്റെ സങ്കേതത്തിലെത്തുകയാണ്. രാമൻ്റെ സങ്കേതത്തിലെത്തുന്ന വിഭീഷണനെ വാനരന്മാർ തെറ്റിദ്ധരിച്ച് അവരെല്ലാവരും ബന്ധനസ്ഥരാക്കി വിഭീഷണനെ തിരിച്ചു കൊണ്ടുവന്ന് ഇവൻ അസുരവിത്താണ്, ഇവൻ കപടവേഷധാരിയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ ഹനുമാൻ തിരിച്ചറിഞ്ഞു. ഹനുമാൻ പറഞ്ഞു, അല്ല, നമ്മളാരും ഉദ്ദേശിക്കുന്ന മാതിരിയല്ല, രാവണ സഹോദരനായ വിഭീഷണൻ നമ്മുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ വിഭീഷണൻ എന്നേക്കുമായിട്ട് രാമപക്ഷത്തിലേക്ക് ചേരുകയുണ്ടായി എന്നാണ്. അപ്പോൾ വിഭീഷണനിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ രാമസൈന്യത്തിനും വാനരന്മാർക്കും സാധിച്ചു. ലങ്കയിൽ എന്തെല്ലാം എവിടെയെല്ലാം ഗോപ്യങ്ങളുണ്ടെന്നും എങ്ങനെയെല്ലാമാണ് ലങ്കയിലേക്ക് എത്തേണ്ടതെന്നും ഏത് ഭാഗത്തിലൂടെയാണ് നാം പാലം കെട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിഭീഷണനിൽ നിന്ന് മനസ്സിലായി. എവിടെയാണ് വെള്ളം കുറവ്, എവിടെ ഏത് കരയിലാണ് ചെന്നെത്താൻ നല്ലത് എന്നെല്ലാം മനസ്സിലായി. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ കിലോമീറ്റർ ദൂരത്തിൽ എങ്ങനെ പാലം കെട്ടും, അതും ഇത്ര വലിയൊരു സമുദ്രത്തിൽ. ഹിന്ദു മഹാസമുദ്രത്തിനാണല്ലോ പാലം കെട്ടുന്നത്, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങ് ലങ്കയിലേക്ക് പോകണമെങ്കിൽ. അവസാനം എല്ലാവരോടും പറഞ്ഞു, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? അതുകൊണ്ട് ഹേ രാമ, അങ്ങ് ചെന്ന് സമുദ്രത്തോട് പറയുക, വഴി മാറിത്തരാൻ പറയുക. അങ്ങ് പറഞ്ഞാൽ ഇവിടുത്തെ കടലമ്മയും ഇവിടുത്തെ സമുദ്രദേവിയും എല്ലാം കേൾക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രീരാമൻ കടൽക്കര എത്തുന്നു. കടൽക്കര എത്തിയിട്ട് സമുദ്ര അമ്മയെ വിളിക്കുകയാണ്, സമുദ്രദേവിയെ വിളിക്കുന്നു. സമുദ്രദേവിയെ വിളിച്ചിട്ട് സമുദ്രദേവി പ്രത്യക്ഷപ്പെടുന്നില്ല. 2-3 പ്രാവശ്യം ശ്രീരാമൻ വിളിച്ചിട്ടും പ്രത്യക്ഷപ്പെടുന്നില്ല. അവസാനം ശ്രീരാമൻ തൻ്റെ അവനാഴിയിൽ നിന്നും അമ്പെടുക്കുകയാണ്. അമ്പെടുത്തിട്ട് കടലിനെ വറ്റിക്കുവാൻ വേണ്ടി അമ്പെയ്യാൻ നേരത്ത് അഷ്ടദിഗ്ബാലകന്മാരെല്ലാവരും പ്രത്യക്ഷപ്പെടുകയും ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെടുകയും ദേവന്മാരെല്ലാവരും പ്രത്യക്ഷപ്പെടുകയും ചെയ്ത് അവിടെ നിന്ന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് ഉറക്കെ എല്ലാവരും കൂടി പറയുകയാണ്, ഹേ രാമചന്ദ്ര പ്രഭു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സമുദ്രം വറ്റുന്നതോടുകൂടി ഭൂമിയിൽ ആരും ജീവിച്ചിരിക്കുകയില്ല, ഭൂലോകമില്ലാതെയാവും. അതുകൊണ്ട് സമുദ്രം വറ്റിക്കാൻ വേണ്ടി ഒരിക്കലും അങ്ങ് ഇതിനു വേണ്ടി തുനിയരുത്. സമുദ്രദേവി അങ്ങയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിന് തുനിയരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും സമുദ്രദേവി അവിടെ ഒന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. സമുദ്രദേവി പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ്റെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വിളിച്ച ഉടനെ നീ വരാതിരുന്നത്? അവൾ ഉടനെ സമുദ്രദേവി പറയുകയാണ്, അങ്ങയ്ക്ക് എല്ലാം അറിയുന്ന അങ്ങയ്ക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലയോ? ഇല്ലല്ലോ. ഈ സമുദ്രം വറ്റിച്ചിട്ട് അങ്ങ് ഒരിക്കലും ഈ ഭൂലോകത്തിൽ ജീവിക്കുകയില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങ് വന്നിരിക്കുന്നത് ഈ ലോകത്തെ തകർത്തുവാനും തളർത്തുവാനുമല്ല, ലോകത്തെ പുനരുദ്ധരിക്കുവാനാണല്ലോ അങ്ങ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് ചെയ്യുകയില്ല എന്ന് ഉറപ്പായിരുന്നു. 1. 2, വാനരന്മാരുടെ ഇടയിൽ തന്നെ നളൻ, നീലൻ എന്ന് പറഞ്ഞ് 2 വാനരന്മാരുണ്ട്. ആ 2 വാനരന്മാർക്കും മഹർഷിമാരുടെ ശാപമുണ്ട്. മഹർഷിമാർ കുളിക്കുമ്പോൾ അവർ കല്ലെടുത്തെറിഞ്ഞപ്പോൾ മഹർഷിമാർ അവരെ ശപിച്ചു അത്രേ, നിങ്ങൾ എറിയുന്ന കല്ലുകളൊക്കെ
ഒരിക്കലും തന്നെ ഖനമില്ലാതായി പോകട്ടെ, അതൊരിക്കലും വെള്ളത്തിൽ താണുപോകാതിരിക്കട്ടെ എന്ന് ശപിച്ചു അത്രേ. അങ്ങനെ നളനും നീലനും ഒരു ശാപമുള്ളതുകൊണ്ട് എത്ര വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്നാലും അത് വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് പൊങ്ങിക്കിടക്കുന്ന പാറക്കഷ്ണങ്ങളെ കൊണ്ട് ഈ സമുദ്രത്തിൻ്റെ അക്കരെ വരെ പാലം കെട്ടാൻ കഴിയുന്നതാണ്. ആ സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് വഴി മാറിത്തരുന്നത്? മാത്രമല്ല ഭഗവാൻ ശ്രീരാമചന്ദ്ര, ഞാൻ വഴി മാറിത്തരുകയാണെങ്കിൽ എവിടെ നിന്നാണോ സമുദ്രം മാറുന്നത് അത്രയും സ്ഥലം കരയിലേക്ക് സമുദ്രം വന്നുകൊണ്ട് അത് വളരെ വലിയൊരു സുനാമിയായിത്തീരും. അപ്പം മാറുവാൻ പറ്റുകയില്ല. മാറിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യമുണ്ടാവുകയില്ല, എല്ലാം നശിച്ചു പോകും. ഇത് അങ്ങയുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? ഞാൻ ആരാണ് അങ്ങയെ ഉപദേശിക്കുവാൻ എന്നൊക്കെ ശ്രീരാമൻ ചോദിച്ചപ്പോൾ ശ്രീരാമൻ അതിന് മറുപടി പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ ചോദ്യമല്ല. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊന്നും ഇവിടെ ചോദ്യമല്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നീ അനുസരിച്ചില്ല? നിന്നെ ഞാൻ ആദ്യം വിളിക്കുകയാണല്ലോ ചെയ്തത്. നിന്നെ വിളിച്ചപ്പോൾ നീ ഒരിക്കലും വന്നില്ലല്ലോ. ഇപ്പോൾ വിളിച്ചപ്പോൾ വരാതിരുന്നത്, അനുസരണ ഇല്ലാതിരുന്നത് തീർച്ചയായിട്ടും തെറ്റായിപ്പോയി. അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നു. ഒരു കാലത്തും നിന്നെ ആരും കുടിക്കുവാൻ ഉപയോഗിക്കാതെ പോകട്ടെ, നീ കുടിവെള്ളമാകാതെ പോകട്ടെ എന്ന് ശ്രീരാമേന്ദ്രൻ കടലിനെ ശപിച്ചു അത്രേ. അപ്പം അന്നു മുതൽക്കാണ് ഉപ്പുരസത്തോടു കൂടിയായി മാറിയതും കുടിവെള്ളമാകാതെ കടൽ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരുന്നത് എന്നാണ്. അപ്പം ഇവിടെയൊക്കെ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ചില തത്വങ്ങളുണ്ട്. ആദ്യം അനുസരണയാണത്രേ, ഫോളോ ദ മാസ്റ്റർ എന്നാണ്. ആരാണ് പറയുന്നത് അനുസരിച്ച്, നമ്മുടെ ഗുരുവാണോ ഭഗവാനാണോ പറയുന്നത്, ആദ്യം അനുസരിക്കുക. അനുസരിച്ചതിന് ശേഷമുള്ളതായ വരും വരായ്മകളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അറിയുന്നത് കൊണ്ട് നാം അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാനേക്കാൾ വലിയ ആളാവാൻ വേണ്ടി നാം നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അനുസരണം എന്നുള്ളത്, അവർ പറയുന്നത് മോശമാണെന്ന് നമുക്ക് തോന്നിയാലും അനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കടമയാണ് ഭഗവത്ഗീത പറയുന്നത് അതേപടി അനുസരിക്കുക എന്നുള്ളത്. ഞാൻ ഭഗവാൻ സത്യസായി ബാബയിൽ വിശ്വസിക്കുന്നു. എൻ്റെ കടമ എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഗുരുവാകുന്ന ഭഗവാൻ ബാബ പറഞ്ഞതിൽ എനിക്ക് സംശയമുണ്ടാകാൻ പാടില്ല. ഞാൻ ഉടനെ തന്നെ ഭഗവാൻ ബാബ പറയുന്നത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ പകർത്തുവാനും അതനുസരിക്കുവാനും തയ്യാറാവണം. അങ്ങനെ അനുസരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവസാനം ഞാൻ തന്നെ ആയിരിക്കും അത്രേ അതിൻ്റെ പാപഫലം അനുഭവിക്കേണ്ടതായി വരിക. ഇങ്ങനെ മഹാഭാരതത്തിലൊരു കഥയുണ്ട്. മഹാഭാരതത്തിൽ ഭാരതയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുകയാണ്, ധർമ്മമാർഗത്തിലൂടെ അവരെ നമുക്ക് തോൽപ്പിക്കുവാൻ സാധ്യമല്ല, അതുകൊണ്ട് അല്പം അധർമ്മം പ്രയോഗിച്ചേ പറ്റുകയുള്ളൂ എന്ന് കൃഷ്ണൻ പറയുന്നു. ഇത് കേട്ട ഉടനെ ധർമ്മപുത്രർ മാറി നിൽക്കുകയാണ്. അർജുനനും ഭീമനും നകുലനും സഹദേവനൊക്കെ പറയുന്നു, എന്താ കൃഷ്ണൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ധർമ്മപുത്രരുടെ പേര് തന്നെ ധർമ്മത്തിൻ്റെ പുത്രൻ എന്നാണ്. അതുകൊണ്ട് ധർമ്മമല്ലാതെ തനിക്ക് മറ്റൊന്നും കേൾക്കണ്ട എന്ന് വിചാരിച്ച് ധർമ്മപുത്രൻ മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിന്നപ്പോൾ ഭീമനോട് പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ, നീ ഒരു കാര്യം ചെയ്യുക, ദ്രോണാചാര്യരെ നാം നിലംപതിപ്പിക്കണമെങ്കിൽ ഒരു കളവ് പറയണം. ആ കളവ് എന്താണെന്ന് ചോദിച്ചാൽ, ദ്രോണാചാര്യരുടെ പുത്രനാകുന്ന അശ്വത്ഥാമാവ് മരിച്ചാൽ പിന്നെ ദ്രോണാചാര്യർ ഒരിക്കലും തന്നെ യുദ്ധം ചെയ്യുകയില്ല, ആയുധങ്ങളൊക്കെ താഴെയിടും. ആ സമയം നോക്കി നമുക്ക് ദ്രോണാചാര്യരെ ചതിച്ചു കൊല്ലാം. അതുകൊണ്ട് അശ്വത്ഥാമ എന്ന് പറയുന്ന ഒരു ആനയുണ്ട്, ആ ആനയെ നീ അമ്പെയ്ത് കൊല്ല്. എന്നിട്ട് നമുക്ക് ഉറക്കെ അങ്ങ് പാടാം, അശ്വത്ഥാമാവ് മരിച്ചു അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ പറഞ്ഞാൽ ദ്രോണാചാര്യർ വിചാരിക്കും തൻ്റെ പുത്രൻ അശ്വത്ഥാമാവ് മരിച്ചു, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സകല ആയുധങ്ങളും താഴെയിടും. ആ സമയത്ത് ചതിച്ച് നമുക്ക് ദ്രോണാചാര്യരെ കൊല്ലാം എന്ന് കൃഷ്ണ ഭഗവാൻ പറഞ്ഞപ്പോൾ ഭീമൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഭീമൻ ഉടനെ തന്നെ അശ്വത്ഥാമ എന്ന ആനയെ അങ്ങ് അമ്പെയ്തു കൊന്നു. എന്നിട്ട് ഉറക്കെ എല്ലാവരും പാടി, പാണ്ഡവ സൈന്യം മുഴുവൻ ഉറക്കെ പറയാൻ തുടങ്ങി, അശ്വത്ഥാമാവ് മരിച്ചു അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയാൻ തുടങ്ങി. അശ്വത്ഥാമാവ് വളരെ വലിയ സൈന്യങ്ങളുമായി എവിടെയും യുദ്ധം ചെയ്തിരിക്കുമ്പോൾ ഈ വളരെ വലിയ യുദ്ധസങ്കേതത്തിനിടയിലൂടെ ദ്രോണാചാര്യർക്ക് എവിടെയാണ് അശ്വത്ഥാമാവെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ദ്രോണാചാര്യർ വിശ്വസിക്കുകയാണ് അശ്വത്ഥാമാവ് മരിച്ചിരിക്കുന്നുവെന്ന്. പക്ഷേ എന്നിട്ടും തനിക്ക് വിശ്വാസം വരുന്നില്ല, കാരണം അശ്വത്ഥാമാവിനെ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ മരിക്കാൻ ഇടയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം മൗനം ഭഞ്ജിച്ച് നിൽക്കുന്നു, ധർമ്മപുത്രർ. ഉടനെ ദ്രോണാചാര്യർ പറയുകയാണ്, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല, ധർമ്മപുത്രർ പറയട്ടെ അശ്വത്ഥാമാവ് മരിച്ചിരിക്കുന്നു എങ്കിൽ ആ നിമിഷം ഞാൻ യുദ്ധം നിർത്തി എൻ്റെ ആയുധങ്ങളൊക്കെ താഴെ ഇടുന്നതാണ്, ധർമ്മപുത്രർ പറയുന്നത് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ദ്രോണാചാര്യർ പറയുന്നു. അപ്പോൾ കൃഷ്ണഭഗവാൻ ചോദിക്കുകയാണ്,
ഹേ ധർമ്മപുത്രരെ, അങ്ങ് ഉറക്കെ പറയുക, അശ്വത്ഥാമാവ് മരിച്ചിരിക്കുന്നു എന്ന് പറയുക എന്ന്. അപ്പോൾ ധർമ്മപുത്രർ ഇത് ദ്രോണാചാര്യർ കേൾക്കാതെയാണ് പറയുന്നത്. അപ്പോൾ ധർമ്മപുത്രർ കൃഷ്ണനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഭഗവാൻ അങ്ങനെ ധർമ്മപുത്രരെ എന്ന് വിളിക്കുന്നു, എന്നിട്ട് അധർമ്മം പറയാൻ വേണ്ടി അങ്ങ് പറയുകയും ചെയ്യുന്നു. ഇല്ലാത്ത അസത്യം എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയും എന്നിട്ട് എന്നെ ധർമ്മപുത്രരെ എന്ന് വിളിക്കുകയും കൂടി ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് ധർമ്മപുത്രർ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, ഓഹോ, അപ്പോൾ നീ എന്നെ ധർമ്മം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു കൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ ധർമ്മപുത്രരെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇത്രയധികം ആരാധിക്കുന്ന ദ്രോണാചാര്യരും ഭീഷ്മ മഹാദേവനും ഇപ്പോൾ ധർമ്മികളുടെ കൂടെയാണോ അധർമ്മികളുടെ കൂടെയാണോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ധർമ്മപുത്രർ ഉറപ്പിച്ച് പറഞ്ഞു, ഇപ്പോൾ അവർ അധർമ്മികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. കൃഷ്ണൻ തിരിച്ചു ചോദിച്ചു, അധർമ്മികളോട് ധർമ്മമോദിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ധർമ്മപുത്രർ മിണ്ടുന്നില്ല. അധർമ്മികളോട് ധർമ്മമോദിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ധർമ്മപുത്രൻ മിണ്ടാതിരുന്നപ്പോൾ കൃഷ്ണൻ്റെ ഉപദേശമാണ്, അധർമ്മികളോട് ഒരിക്കലും ധർമ്മമോദിയിട്ട് കാര്യമില്ല, പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല, പാറപ്പുറത്ത് വിത്ത് വിതച്ചിട്ട് കാര്യമില്ല. ഏതൊരു കാര്യവും നാം ചെയ്യുമ്പോൾ ആരോ എന്തോ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് അതേപടി ഫോളോ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അത് പരിപൂർണമായും നമ്മുടെ കോമൺ സെൻസും ജനറൽ നോളജും ഒക്കെ അവിടെ അപ്ലിക്കബിൾ ആക്കേണ്ടടുത്ത് അപ്ലിക്കബിൾ ആക്കണം. അല്ലാതെ വെറുതെ അത് ചെയ്യാൻ പറ്റുകയില്ല. ടിക് ഫോർ ടാക്റ്റ് എന്നാണ്. ഇവിടെ ബയോട്ടിക്സ് വന്നാൽ അതിന് ആൻറ്റിബയോട്ടിക്സ് തന്നെ കൊടുക്കണം. ബാക്ടീരിയ വന്നാൽ ആൻറ്റി ബാക്ടീരിയ കൊടുക്കണം. പേപ്പട്ടി കടിച്ചാൽ പേപ്പട്ടി വിഷം തന്നെ അങ്ങോട്ടും ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. പാമ്പ് കടിച്ചാൽ ഒരുതരം പാമ്പിൻ്റെ വിഷം തന്നെയാണ് അങ്ങോട്ടും കൊടുക്കുന്നത്. ഉഷ്ണം ഉഷ്ണേന ശാന്തയേ എന്നാണ്. ഹോമിയോപ്പതി ഫിലോസഫി തന്നെ അതാണ്, ഉഷ്ണം ഉഷ്ണേന ശാന്തയേ എന്നാണ്. അപ്പോൾ ഏതൊന്നാണോ മൈനസ് ഇൻറ്റു മൈനസ് ഈസിക്കൽ ടു പ്ലസ് എന്നാണ്. 2 നെഗറ്റീവ്സ് വിൽ ബിക്കം പോസിറ്റീവ് എന്നാണ്. അപ്പോൾ ഇങ്ങോട്ട് എന്താണോ അത് അങ്ങോട്ട് തന്നെ കൊടുക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് അധർമ്മികളോട് ധർമ്മം ഓതിയിട്ട് കാര്യമില്ല, അധർമ്മികളോട് അധർമ്മം മാത്രമേ പറ്റുകയുള്ളൂ. ഇത് കൃഷ്ണഭഗവാന്റെ ഉപദേശമാണ്. നിരവധി ഉദാഹരണങ്ങളിലൂടെ ധർമ്മപുത്രരോട് പറയുകയാണ്, ഇവിടെ ലക്ഷ്യം മാത്രമാണ് നാം നോക്കേണ്ടത്. ലക്ഷ്യം ധർമ്മമായിരിക്കണം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഏത് മാർഗവും നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമെന്നാണ്. ചിലപ്പോൾ ചില മാർഗങ്ങൾ കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കാം, ചില മാർഗങ്ങൾ അധർമ്മമായിരിക്കാം. പക്ഷേ ലക്ഷ്യമാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് ധർമ്മപുത്രരെ, അത് കള്ളമായി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കള്ളം പറയുന്നത് സത്യവാന്മാരോടല്ല, നിങ്ങൾ അധർമ്മികളോടാണ് കള്ളം പറയുന്നത്. അത് കള്ളമല്ല. 2 നെഗറ്റീവ് ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ്. അതുകൊണ്ട് ധൈര്യമായി പറയുക, അശ്വത്ഥാമ ഹത എന്ന് പറയുക. ധർമ്മപുത്രൻ എന്നിട്ടും പറയുന്നില്ല. ധർമ്മപുത്രൻ ചോദിക്കുകയാണ്, വീണ്ടും എനിക്കൊരു സംശയം. ഞാനങ്ങനെ അശ്വത്ഥാമ ഹത എന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ദ്രോണാചാര്യർ വിശ്വസിക്കും, ഭീഷ്മർ വിശ്വസിക്കും. ഇവരൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെന്നെ എന്താ വിളിക്കുക? നീ ഇങ്ങനെ ചെയ്ത് മോശമായിപ്പോയി, നീ അധർമ്മിയായി പോയല്ലോ എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, വരും കാലങ്ങളിൽ ലോകർ മുഴുവൻ എന്നെക്കുറിച്ച് എന്ത് പറയും? ഞാൻ കള്ളം പറയുന്ന അധർമ്മിയാണ് എന്ന് പറയുകയില്ലേ? അതെനിക്കൊരു ചീത്തപ്പേരായി വരികയില്ലേ? വെളുത്ത വസ്ത്രത്തിൽ ഒരു കറുത്ത പാട് വീണാൽ വളരെ ദൂരത്ത് നിന്ന് തന്നെ ആ കറുത്ത പാട് കാണുവാൻ സാധ്യമാവുമല്ലോ. അതുകൊണ്ട് കൃഷ്ണ, എന്നെപ്പോലെയുള്ള ഒരു വെളുത്ത വസ്ത്രത്തിൽ അങ്ങ് എന്തിനാണ് ഒരു കറുത്ത പാടുണ്ടാക്കുന്നത്? ഞാനിത് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണഭഗവാൻ വീണ്ടും പറയുന്നു, അത് ധർമ്മപുത്രരെ, അതൊരു ത്യാഗമായി എടുക്കുക. അങ്ങയ്ക്ക് വരുന്ന ചീത്തപ്പേരിനെ ത്യാഗമായി എടുക്കുക. എന്ത് ചീത്തപ്പേര് വന്നാലും ശരി, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മുന്നേറണം. ഇത് നമുക്കൊക്കെയുള്ള ഉപദേശമാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളെ ബന്ധുമിത്രാദികൾക്കോ വേണ്ടപ്പെട്ടവർക്കോ വേണ്ടി ചെയ്യേണ്ടി വരുമ്പോൾ, അവരെ ഒരു വലിയ വിഷമത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടേണ്ടി വരുമ്പോൾ, നാം ഉടനെ തന്നെ ലോകരെ നോക്കുന്നു. ലോകരെ നോക്കിയിട്ട് എനിക്ക് ചീത്തപ്പേരുണ്ടാകുമോ എന്നാണ് നാം നോക്കുന്നത്. എനിക്ക് ചീത്തപ്പേരുണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മുടെ ഏറ്റവും ഉത്തമനായ സുഹൃത്തിനെയോ വേണ്ടപ്പെട്ട മാതാപിതാക്കളെയോ വേണ്ടപ്പെട്ടവരെയോ സഹായിക്കുന്ന കാര്യത്തിൽ പോലും ഭീരുക്കളായി മാറുന്നു. അവരെ നാം സൈഡ് ചെയ്യാതെ അവരിൽ നിന്നും മാറി നിൽക്കുന്നു. കാരണം നാം നോക്കുന്നത് സമൂഹത്തെയാണ് നാം നോക്കുന്നത്. സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ ഒറ്റപ്പെടുന്നു, എനിക്ക് ചീത്തപ്പേരുണ്ടാകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിന് വളരെ വലിയ താക്കീതാണ് കൃഷ്ണൻ ഇവിടെ തരുന്നത്. സമൂഹം എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് സമൂഹത്തിൻ്റെ അംഗീകാരമേ ആവശ്യമില്ല. എനിക്ക് അംഗീകാരം എൻ്റെ മനസാക്ഷിയോടുകൂടി മാത്രമാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ രക്ഷിക്കേണ്ടിയിരിക്കുന്നു.
ആ രക്ഷിക്കുന്നതിൽ നിന്ന് ആരെതിർത്താലും ഞാൻ അതിന് എതിര് നിൽക്കുകയില്ല, രക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു പോളിസി നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് കൃഷ്ണഭഗവാൻ പറയുന്നു, അത് ത്യാഗമായി എടുക്കുക. നിനക്ക് ചീത്തപ്പേര് വരട്ടെ, നിനക്ക് ചീത്തപ്പേര് വന്നാലും ധർമ്മം ജയിക്കുന്നു, അധർമ്മം പരാജയപ്പെടുന്നു. അപ്പോൾ അവസാനം ധർമ്മപുത്രർ മൗനം പാലിക്കുന്നു. മൗനം പാലിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്നാൽ പറയല്ലേ പറയല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ദ്രോണാചാര്യരെ വിളിച്ചു, ഇതാ ധർമ്മപുത്രർ പറയുന്നു, കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ധർമ്മപുത്രർ അശ്വത്ഥാമ ഹത എന്ന് പറയുമ്പോൾ കൃഷ്ണഭഗവാൻ അറിയാം ധർമ്മപുത്രർക്ക് ആകെ ഒറ്റ കുറ്റമേ ഉള്ളൂ. ഇതാണത്ര ഏറ്റവും നല്ലവന് പോലും വളരെ വലിയൊരു കുറ്റമുണ്ടാവും. ആ കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ, തന്നെപ്പോലെ ധർമ്മിഷ്ഠൻ ആരുമില്ല എന്നൊരു തോന്നൽ ധർമ്മപുത്രർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ പറഞ്ഞിട്ട് അനുസരിക്കാത്തത്. നേരെ മറിച്ച് അർജുനനൊക്കെ ഇഷ്ടം പറഞ്ഞാൽ ഉടനെ ചെയ്യുകയാണല്ലോ. ധർമ്മപുത്രർക്ക് തോന്നൽ തന്നെ പോലെ ധർമ്മിഷ്ഠൻ ആരുമില്ല, അതുകൊണ്ട് താനൊരു അസത്യം പറയാൻ പറ്റുകയില്ല, താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന ആൾ എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ധർമ്മപുത്രർ ഒരിക്കലും അങ്ങനെ പറയുകയില്ല എന്ന് കൃഷ്ണൻ അറിയാം. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ വിശ്വസിച്ചു ധർമ്മപുത്രർ ഇപ്പം പറയുമില്ല. എന്നിട്ട് എല്ലാവരും കൂട്ടി വരുത്തിയിട്ട് അവസാനം അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞപ്പോഴേക്കും കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം അങ്ങോട്ട് മുഴക്കി. ശബ്ദ കോലാഹലം ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, ചണ്ടയും വാദ്യങ്ങളും ഉണ്ടാക്കാൻ പറഞ്ഞു. കാരണം അടുത്ത് തന്നെ ധർമ്മപുത്രർ പറഞ്ഞത് കുഞ്ചര എന്ന്. അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന്. അശ്വത്ഥാമ എന്ന ആന ചത്തിരിക്കുന്നു എന്നേ ധർമ്മപുത്രർ പറയുള്ളൂ. ധർമ്മപുത്രർ ഹത എന്ന് പറഞ്ഞ് നിർത്തില്ല, അയാൾ കുഞ്ചര എന്ന് പറയുന്നു കൃഷ്ണ ഭഗവാൻ ആദ്യം ഉറപ്പുള്ളത് കൊണ്ട് വാദ്യഘോഷങ്ങളോടും കോലാഹലങ്ങളോടും കൂടി ഈ വാക്ക് ദ്രോണരെ കേൾക്കാൻ സമ്മതിക്കാതെ ബഹളമുണ്ടാക്കിയത്ര കൃഷ്ണൻ. പാവം ദ്രോണാചാര്യ വിചാരിച്ചു ഇത് ശരിയാണെന്ന് വിചാരിച്ച് അമ്പും വില്ലുമൊക്കെ താഴെ ഇട്ടു. ആ സമയം നോക്കി കാച്ചി അങ്ങ് കൊല്ലുകയും ചെയ്തു എന്നാണ്. ചതിച്ചങ്ങ് കൊന്നു. നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് തെറ്റല്ലേ എന്ന് തോന്നും. ഇവിടെയാണ് നമ്മൾ പല പാഠങ്ങളും നമ്മൾ ഭീരുക്കളായതുകൊണ്ടാണ്, അല്ലെങ്കിലൊക്കെ നമ്മൾ ലോകത്തിൽ തെറ്റും ചെയ്യാത്തവരാണെന്ന് തോന്നും. നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ തെറ്റല്ലേ ശരിയല്ലേ എന്നും. ജീവിതത്തിൽ 1000 തെറ്റുകൾ ചെയ്യുന്ന നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇത് ചെയ്യുന്നത് തെറ്റല്ലേ ശരിയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇവിടെയാണ് ഇതേ ന്യായം തന്നെയാണ് ശ്രീരാമചന്ദ്രനും പറയുന്നത്. എന്തുകൊണ്ട് എന്നെ അനുസരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് നാം എപ്പോഴും ചെയ്യേണ്ടത് അനുസരണം എന്നുള്ളത് നമ്മുടെ മാസ്റ്റർ പറയുന്നത് ജീവിതത്തിൽ അതേപടി അനുസരിക്കണം. അതിൽ ബാക്കി ഒന്നും പിന്നെ ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ചീത്തപ്പേര് വന്നാൽ വിരോധമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാലും എനിക്ക് പ്രശ്നമല്ല. തൻ്റെ ഗുരുവിനെ, തൻ്റെ മാസ്റ്ററെ, തൻ്റെ ദേവനെ പരിപൂർണമായിട്ടും അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊരു സംവാദം രാമായണത്തിൽ പറയുന്നു. അവസാനം ഒരു ശാപം കടലിന് കൊടുക്കുന്നു. ഒരിക്കലും നിന്നെ കുടിക്കാൻ ഉപയോഗിക്കാതെ പോകട്ടെ എന്ന് പറയുന്നു. ആ ശാപവുമായിട്ട് സമുദ്രദേവി പോകുന്നു. ഇനി എങ്ങനെയാണ് അക്കരയ്ക്ക് ഇത് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. വാനരന്മാരെല്ലാവരോടും പറയുന്നു ധാരാളം കല്ലുകൾ കൊണ്ടുവരാൻ. കല്ലുകളെല്ലാം ഇങ്ങനെ വരിയായി കൊണ്ടുവന്ന് നളനും നീലനും ഇങ്ങനെ തൊട്ടുകൊണ്ട് അവരൊരു സ്ഥലത്ത് നിന്നാൽ മതി. ബാക്കിയുള്ള വാനരന്മാരൊക്കെ ഇതിങ്ങനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ നളനും നീലനും ഒന്ന് തൊട്ട് കൊടുക്കുന്നു. തൊട്ട് ഈ കല്ലുകളെല്ലാം സമുദ്രത്തിലിടുമ്പോൾ ഇതിങ്ങനെ ധാരാളം വലിയ വലിയ പാറക്കഷ്ണങ്ങൾ പൊങ്ങിക്കിടക്കുന്നു. അവ അണ്ടുപോകുന്നില്ല. അങ്ങനെ ഹനുമാൻ, ഇവരൊക്കെ ഒരു 100 കല്ല് കൊണ്ടുവരുമ്പോൾ ഹനുമാൻ ഒന്നേ കൊണ്ടുവരുള്ളൂ. അത് 1000 കല്ലിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവും. അങ്ങനെ കൊണ്ടുകൊണ്ട് ഹനുമാൻ അതിലേക്ക് കുറേ കഴിഞ്ഞപ്പോൾ ഹനുമാനോ സംശയം, നമുക്ക് കുറച്ച് ദൂരം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നടന്നിട്ട് വേണമല്ലോ ബാക്കിയിടാൻ. ഇവിടുന്ന് വലിച്ചെറിയുന്ന ദൂരമൊക്കെ കല്ലായിക്കഴിഞ്ഞു. ഇനി ഈ പാലത്തിലൂടെ നടന്നു വേണം അടുത്ത കല്ലിടാൻ. അതിനുവേണ്ടി വാനരന്മാർ ഈ കല്ലിട്ട പാലത്തിലൂടെ ചവിട്ടിയപ്പോഴേക്കും കല്ലാകെ താണുപോയി. വാനരന്മാർ വെള്ളത്തിൽ വീഴുമ്പോൾ കല്ല് വീണ്ടും പൊന്തും. അപ്പോൾ ഇത് ഘനമില്ലാതെ നിൽക്കുകയാണെങ്കിലും അതിൽ ചവിട്ടിയാൽ അതിൻ്റെ ബലം അതിന് കിട്ടുന്നില്ല, അത് താണുപോവുകയാണ്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്? നളനും നീലനും തൊട്ടപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ കല്ലിട്ടുകൊണ്ടിരിക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ് ചെയ്തത്. ഹനുമാൻ എല്ലാവരെയും ശകാരിച്ചു, നിങ്ങൾക്ക് എന്തൊരു ഭ്രാന്താ, നിങ്ങൾ രാം രാം എന്ന് ജപിച്ചിട്ട് നോക്കൂ, ഇതൊന്നും തന്നെ താഴുകയുമില്ല, ശക്തിയും കിട്ടുമെന്ന് പറഞ്ഞ് ഉള്ള കല്ലൊക്കെ രണ്ടാമതും എടുത്തു അത്രേ. എന്നിട്ട് എല്ലാം രണ്ടാമതും റാം റാം, നളനും നീലനും തൊടുന്നതോടുകൂടി രാം 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 എന്ന് ജപിച്ചുകൊണ്ടാണ് അത്രേ പിന്നെ വാനരന്മാരെല്ലാവരും കല്ലിടുന്നത്. അപ്പോൾ അത് പാറമാതിരി ഉറച്ചു നിൽക്കുകയാണ്, താഴുന്നില്ല എന്ന് മാത്രമല്ല എത്ര വലിയ ശക്തികളെയും അതിന് മുകളിലൂടെ കയറ്റിക്കൊണ്ടുപോകത്തക്ക രീതിയിൽ ഇങ്ങനെ പാലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പാലം കെട്ടി മുഴുവനാകാൻ നേരത്ത് വിഭീഷണൻ പറയുകയാണ്, രാമേശ്വരത്ത് നിന്നാണ് പാലം കെട്ടുന്നത്.
രാമേശ്വരത്ത് നിന്ന് പാലം കെട്ടുമ്പോൾ വിഭീഷണൻ രാമൻ അങ്ങോട്ട് കാല് ചവിട്ടി പോകാൻ നേരത്ത് വിഭീഷണൻ പറയുകയാണ്, രാവണൻ വളരെ വലിയ ഒരു ശിവപൂജയിൽ മുഴുങ്ങിയിരിക്കുകയാണ്. രാവണൻ ശിവഭക്തനാണ്. ഈ ശിവപൂജ മുഴുമിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവണന് ഇപ്പോഴുള്ള ശക്തിയുടെ ഇരട്ടി ശക്തി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ആ ശക്തിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി അങ്ങ് ഇവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ട്, സ്വയംഭൂവായിട്ട് ശിവലിംഗമുണ്ടാക്കി ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ട് ഈ ശിവലിംഗ പ്രതിഷ്ഠയെ ധ്യാനിച്ചിട്ട് വേണം സകല വാനരന്മാരും അക്കരത്തേക്ക് പോകാൻ. അതുകൊണ്ട് അങ്ങ് ഇവിടെ അങ്ങനെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തണമെന്ന് വിഭീഷണൻ പറഞ്ഞു കൊടുക്കുകയാണ്. രാമൻ അതിന് തയ്യാറാവുന്നു. അങ്ങനെ രാമൻ രാമേശ്വരത്ത് പ്രതിഷ്ഠിച്ചതായ ആ ക്ഷേത്രമാണത്രേ ആദ്യം രാമലിംഗേശ്വരം എന്ന പേരിൽ, രാമൻ ശിവലിംഗം പ്രതിഷ്ഠിച്ച സ്ഥലം രാമലിംഗേശ്വരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്രമേണ രാമേശ്വരം എന്ന പേരിലായി മാറിയത്രേ. ഈ രാമലിംഗേശ്വരത്തിൽ നിന്നാണ് ലങ്കയിലേക്കുള്ള സേതു ബന്ധനം തുടങ്ങുന്നത്. ഇന്നും നമുക്ക് അവിടെ ചെന്നാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ധാരാളം കാണാൻ കഴിയുന്നു. അങ്ങനെ പരിപൂർണമായിട്ടും ഈ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും അംഗദനും സുഗ്രീവനും ഹനുമാനും വാനരപ്പടകളുമായിട്ട് ലങ്കാഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. ലങ്കാഭൂമിയിൽ പ്രവേശിച്ചുകൊണ്ട് തന്നെ കടൽക്കരയിൽ തന്നെ താവളമടിപ്പിക്കുന്നു. താവളമടിച്ചിട്ട് ഉടനെ തന്നെ ഹനുമാനോട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയുന്നു, നമ്മൾ ആരെങ്കിലും ഒരാൾ വീണ്ടും രാവണൻ്റെ അടുത്ത് പോയിട്ട് ഒരു സന്ധ്യ സംഭാഷണം കൂടി നടത്തുക. ഞങ്ങളെല്ലാവരും ഇക്കരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഏത് സമയത്തും ഞങ്ങൾ അറ്റാക്കിന് തയ്യാറാണ്. അതുകൊണ്ട് അവസാനത്തെ ഒരു വാണിംഗ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് രാവണനോട് ഒന്ന് സീതയെ വിട്ടുതരുമോ എന്ന് ചോദിക്കുക. അയാളെ വിട്ടുതരാൻ തയ്യാറുണ്ടെങ്കിൽ എത്ര മരണങ്ങൾ ഒഴിവാക്കാം. അതിനാരാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഹനുമാൻ ഒരു പ്രാവശ്യം പോയതല്ലേ. മാത്രമല്ല ഹനുമാനെ വിടാൻ എല്ലാവർക്കും പേടി. ഒരു പോക്കറിനെ ഇപ്പോൾ ഇവിടെ ആകെ പ്രശ്നമാക്കിയിരിക്കുന്നു. ലങ്ക മുഴുവൻ ദഹിപ്പിച്ചിട്ടാണ് മടങ്ങി വന്നത്. അതുകൊണ്ട് കണ്ണിൽ തീരെ ചോരയില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഹനുമാൻ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അംഗദനെ വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ദൂതനായിട്ട് അംഗദനെ കൊട്ടാരത്തിലേക്ക് വിടുകയാണ്. അംഗദനോടെത്തി, ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ്, എനിക്ക് ഉടനെ തന്നെ രാവണനെ കാണണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ്. കാരണം അവർ ഒരു വാനരം വന്നതിനെ മുഴുവൻ ഇവിടെ ഇപ്പോഴും ആ ഓർമ്മ പോകുന്നില്ല. രണ്ടാമത് അംഗദനെ കണ്ടുമ്പോൾ സകല സൈന്യങ്ങളും പേടിച്ച് വിറക്കുകയാണ്. അങ്ങനെ രാവണൻ്റെ അടുത്ത് വന്നപ്പോൾ രാവണൻ സിംഹാസനത്തിനോട് ഇരിക്കാൻ പോലും പറയുന്നില്ല എന്നാണ് അംഗദനോട്. ഇരിക്കാൻ പറയാതിരുന്നപ്പോൾ എന്നിട്ട് എടോ വാനര എന്ന് പറഞ്ഞുകൊണ്ട് അംഗദനെ അവമാനിച്ചപ്പോൾ പണ്ട് ലക്ഷ്മണൻ ചെയ്ത മാതിരി അംഗദൻ ഭൂമിയിലൊരു ചവിട്ടി വിട്ടുകയാണ്. എന്നാൽ രാവണൻ അവിടുന്ന് 10 കിരീടങ്ങളോടുകൂടി ഇങ്ങനെ ഉരുണ്ട് വീണ് അംഗദൻ്റെ കാക്കൽ വരികയും ഈ വീഴ്ചയുടെ ആഘാതം കൊണ്ട് തൻ്റെ തലയിലെ കിരീടങ്ങൾ മുഴുവൻ തെറിച്ച് രാമൻ്റെ പാതകത്തിൽ പോയി വീഴുകയാണ്. അത്രയും വലിയ ആഘാതത്തിലാണ് അംഗദൻ ഒരു ചവിട്ടിയത്. എന്നിട്ട് രാവണനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന്. അപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങിയത്രേ, നമ്മൾ വിചാരിച്ചു ഇതിന് മുമ്പ് വന്ന വാനരനാണ് വലിയവൻ, ഇവൻ അതിനെക്കാട്ടും വലിയവനാണല്ലോ എന്നെല്ലാവരും പറയാൻ തുടങ്ങിയത്രേ. ഓരോ വാനരന്മാരെ കാണുമ്പോഴുമാണ് അവരുടെ ശക്തികളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് വീണ്ടും ഒരു അഭ്യർത്ഥന എനിക്ക് രാമദൂതനായി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് സീതയെ വിട്ടുതരുക എന്ന് പറഞ്ഞപ്പോൾ മേഘനാഥൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, യുദ്ധത്തിന് തയ്യാറാവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞ് മേഘനാഥൻ അച്ഛൻ്റെ ഭാഗം നിന്നു. അവസാനം അംഗദൻ ഇങ്ങനെ ശിക്ഷയുമായിട്ട് തിരിച്ചു വന്നു. രാമനോട് പറഞ്ഞു, അവർ ഒരിക്കലും തന്നെ വിട്ടുതരാൻ തയ്യാറില്ല, യുദ്ധത്തിന് മാത്രമാണ് അവർ തയ്യാറാകുന്നത് എന്ന്. അവസാനം മാർച്ച് എന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കുകയും എല്ലാ വാനരന്മാരും ഒരുമിച്ച് കൂടി ലങ്കയെ വളയുകയും ലങ്കയുമായി യുദ്ധം ചെയ്യുവാൻ തയ്യാറാവുകയും ആദ്യം വാനരന്മാരും സൈന്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിനിടയ്ക്ക് ധാരാളം വാനരന്മാർ ചാവുന്നു, ധാരാളം അസുരന്മാർ ചാവുന്നു. ഓരോ ദിവസവും രാവിലെ സൂര്യ ഉദയത്തോടുകൂടി തുടങ്ങുന്നു, വൈകുന്നേരം സൂര്യാസ്തമനത്തോട് നിർത്തുന്നു. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ അസുരന്മാർ ചതിക്കുവാൻ തുടങ്ങി. സാധാരണ രാത്രി യുദ്ധം ചെയ്യാൻ പാടില്ല. എന്നാൽ ലങ്കയിൽ അങ്ങനെ ഒരു നിയമമില്ല. ലങ്കയിൽ എല്ലാവിധ ചതിപ്രയോഗങ്ങളും പ്രയോഗിച്ചുകൊണ്ട് രാത്രിയിലാണ് എല്ലാവിധ അസുരന്മാരുടെയും സങ്കേതങ്ങളിൽ നിന്ന് വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ രാത്രിയും ഇവർ വളരെ ജാഗരൂകരായി ഇതിനെല്ലാം ചെറുത്തുകൊണ്ടിരുന്നു. എങ്കിലും അവർ പകൽ മാത്രമാണ് യുദ്ധം ചെയ്തിരുന്നത്. ഇങ്ങനെ പലരുമായി യുദ്ധം ചെയ്ത് അവസാനം
മേഘനാഥൻ നേരിട്ട് വന്ന് യുദ്ധം ചെയ്തു എന്നാണ്. മേഘനാഥൻ നേരിട്ട് വന്ന് ചെയ്തപ്പോൾ ലക്ഷ്മണൻ തന്നെ മേഘനാഥനോട് യുദ്ധത്തിന് തയ്യാറാവുകയാണ്. മേഘനാഥനും ലക്ഷ്മണനും തമ്മിൽ വളരെ വലിയ പോരാട്ടം നടന്നു. ആ പോരാട്ടം ദിവസങ്ങളോളം നീണ്ടു നിന്നു. പലപ്പോഴും മേഘനാഥൻ തോറ്റോടി, പലപ്പോഴും ലക്ഷ്മണൻ തോറ്റോടി. ഇങ്ങനെയിരിക്കെ മേഘനാഥൻ അവസാനം ബ്രഹ്മാസ്ത്രം തന്നെ ലക്ഷ്മണൻ്റെ നേരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. മേഘനാഥൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അങ്ങനെ ലക്ഷ്മണൻ മരിച്ചു വീണു എന്നാണ്. ലക്ഷ്മണൻ മരിച്ചോടുകൂടി വാസ്തവത്തിൽ ശ്രീരാമ പടകളാകെ പ്രശ്നമായി തീർന്നു. അവരുടെ സകല ശക്തികളും നഷ്ടപ്പെട്ടു. രാമൻ ചെറിയ കുട്ടി കരയുന്നതുമാതിരി കരയാൻ തുടങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല, ഇനി നമ്മൾ ഒരിക്കലും തന്നെ യുദ്ധത്തിൽ ജയിക്കുകയില്ല എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ വിഭീഷണൻ പറഞ്ഞു, മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കുവാനുള്ളതായ മരുന്ന് രാവണൻ്റെ വൈദ്യനറിയാം. അതുകൊണ്ട് രാവണൻ്റെ വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മരുന്ന് എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മരുന്ന് പ്രയോഗിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷ്മണനെ നമുക്ക് ജീവിപ്പിക്കാം എന്ന് വിഭീഷണൻ പറയുകയാണ്. അപ്പോൾ അതിനിഞ്ഞ് ആരെയാണ് അയക്കേണ്ടത് എന്ന് വിചാരിച്ചപ്പോൾ അതിന് ഹനുമാൻ തന്നെ പോകട്ടെ എന്ന് തീരുമാനിച്ചു. രാവണൻ്റെ കൊട്ടാരം വൈദ്യനെയും അന്വേഷിച്ചുകൊണ്ട് ഹനുമാൻ പോവുകയാണ്. ഹനുമാൻ അവിടെ എത്തിയപ്പോൾ വൈദ്യരെ രാത്രി കിടന്നുറങ്ങുകയാണ്. മാത്രമല്ല വൈദ്യരെ വിളിച്ചാൽ അയാൾ വരുമെന്ന് ഉറപ്പുമില്ല. അവസാനം ഹനുമാൻ കൊട്ടാരം വൈദ്യൻ്റെ വീട് ഒന്നായിട്ട് പൊക്കിയത്രേ. ഒന്നായിട്ട് പൊക്കിയിട്ട് ശ്രീരാമൻ്റെ പാദത്തിൽ കൊണ്ടുപോയിട്ടു. എൻ്റെ ഇതാ ഇവിടെ നിന്ന് ഇനി ഇയാളെ വിളിക്കുകയല്ലാതെ അയാൾ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങേരെ പുറത്തിറക്കിയിട്ട് ചോദിച്ചു, ഇതിനെന്താണ് ഒരു പോംവഴി? അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിന് ഒരേ ഒരു പോംവഴിയുള്ളൂ. ഇതിനങ്ങ് ദൂരെ മലകളിൽ അമൃത സഞ്ജീവനി എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. ഈ അമൃത സഞ്ജീവനിയുമായി വന്ന് അത് ഉപയോഗിച്ചാൽ മാത്രമേ മരിച്ച ആൾ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമാണ്, അവിടേക്ക് എത്താൻ പ്രയാസമാണ്. അവിടേക്ക് എത്തുമ്പോഴേക്കും ധാരാളം രാക്ഷസന്മാരും അസുരന്മാരും അതിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് ആർക്കും കാണിച്ചു കൊടുക്കാതെ അവിടെ മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്, അവിടേക്ക് ചെല്ലാൻ തന്നെ പറ്റുകയില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു, അതൊന്നും ഹനുമാന് പ്രശ്നമല്ല, ഹനുമാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എല്ലാവരും ഹനുമാൻ ജയ് വിളിച്ചു. അങ്ങനെ ഹനുമാൻ ഇവിടുന്ന് വീണ്ടും ചാടുകയാണ്. അമൃത സഞ്ജീവനിയുള്ളതായ മലകളിലേക്ക് ഹനുമാൻ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്നെല്ലാം ധാരാളം അസുരന്മാർ ഹനുമാനെ എതിർക്കുന്നു, രാക്ഷസന്മാർ എതിർക്കുന്നു. ആ എതിർപ്പുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് അവസാനം അമൃത സഞ്ജീവനിയുള്ള മലയിൽ ഹനുമാൻ എത്തുകയാണ്. പക്ഷേ അവിടെ ചെന്നു നോക്കുമ്പോൾ ധാരാളം ചെടികളുടെ ഇടയിൽ ഏതാണ് അമൃത സഞ്ജീവനി എന്ന് മനസ്സിലാകാതെ വരുമ്പോൾ ഹനുമാൻ ആ മല ഒന്നായിട്ട് പൊക്കിയിട്ട് ഹനുമാൻ ആ മലയും കൊണ്ട് നേരെ രാമൻ്റെ അടുത്തേക്ക് വരുന്നത് ആകാശമാർഗ്ഗേ വരുമ്പോൾ അത് അയോധ്യയുടെ അന്തരീക്ഷത്തിലൂടെയാണ് അത്രേ വരുന്നത്. അപ്പോൾ ഈ മലയും പൊക്കി അയോധ്യയുടെ മുകളിലൂടെ ഇങ്ങനെ വരുമ്പോൾ അയോധ്യയിൽ താഴെ ഭരതൻ ഇങ്ങനെ ശ്രീരാമൻ്റെ സിംഹാസനം ചുറ്റും മരവുരി എടുത്തുകൊണ്ട് കായ്ക്കനികളും തിന്ന് റാം 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 എന്ന് വിളിച്ച് പ്രതിഷ്ഠം ചെയ്തുകൊണ്ട് രാജ്യം ഭരിക്കുമ്പോൾ പെട്ടെന്ന് കാർമേഘം മൂടിയതുമാതിരി സൂര്യപ്രകാശം മൂടപ്പെട്ടു എന്നാണ്. ഭരതനൊന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ഏതോ ഒരാൾ വലിയ മലയും പൊക്കി വരുന്നത് കണ്ടപ്പോൾ ഭരതൻ അറിയാതെ ചിന്തിച്ചു പോയത്രേ, എൻ്റെ ജ്യേഷ്ഠനെ ഉപദ്രവിക്കുവാൻ വേണ്ടി വല്ല രാക്ഷസന്മാരുമാണോ ഈ പുറത്ത് എന്ന് വിചാരിച്ച് ഭരതൻ അയോധ്യയിൽ നിന്നും തൻ്റെ ആവനാഴിയിൽ നിന്ന് രാമ്പെടുത്ത് നേരെ ഹനുമാൻ്റെ നേരെ അങ്ങ് വിട്ടു. അപ്പോഴേക്ക് ഹനുമാനും മലയൊക്കെ പാടെ താഴ്ത്തങ്ങ് വീണു, നേരെ അയോധ്യയിൽ വീണു. അയോധ്യയിൽ വീണപ്പോഴാണ് റാം റാം എന്ന് വിളിക്കുന്ന ഭരതനെ കണ്ടപ്പോൾ ഹനുമാൻ ഞെട്ടിപ്പോയി. കാരണം ഭരതനെ കണ്ട് മനസ്സിലാവുന്നില്ല, രാമൻ്റെ അതേപോലെ തന്നെ. ഹനുമാൻ ഭരതൻ്റെ കാക്കൽ വീണു. ഭരതന് മനസ്സിലായി ഇത് ഹനുമാനാണെന്ന് മനസ്സിലായി. താൻ ചെയ്ത തെറ്റിനെപ്പറ്റിയും കുറ്റങ്ങളെക്കുറിച്ചും മാപ്പ് പറഞ്ഞു. ഹനുമാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഭാഗ്യമാണ് അങ്ങയെ കാണാൻ സാധിച്ചത്, അതുകൊണ്ട് എനിക്കൊന്ന് വിശ്രമിക്കുവാനും സാധിച്ചു. ഉടനെ ഭരതൻ, ഇനി ഒട്ടും താമസിക്കാതെ എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ മരിച്ചു കിടക്കുന്നിടത്തേക്ക് നീ ഉടനെ പോവുക. എനിക്ക് ജ്യേഷ്ഠൻ്റെ ആജ്ഞ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു, എന്നെ നീ വീണ്ടും വിവരമറിയിക്കണം എന്നെല്ലാം പറഞ്ഞ് ഹനുമാനെ യാത്രയാക്കി. ഹനുമാൻ വീണ്ടും ഈ മലയുമായിട്ട് ശ്രീരാമ ലക്ഷ്മണന്മാരുടെ അടുത്തെത്തുന്നു. അവിടെ ഈ മല ചെന്നതിന് ശേഷം അവിടുത്തെ കൊട്ടാരം വൈദ്യൻ ഇതിൽ നിന്നും അമൃത സഞ്ജീവനി എടുത്തുകൊണ്ട് ലക്ഷ്മണനെ പരിപൂർണമായിട്ടും ചികിത്സിപ്പിച്ച് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് മാത്രമല്ല, അതുവരെ മരിച്ചിരിക്കുന്ന എല്ലാ വാനരന്മാരും ഇത് കാരണത്താൽ വീണ്ടും ജീവൻ വെച്ചു എന്നാണ്. അങ്ങനെ പരിപൂർണമായും ഒരു ഫുൾ സ്ട്രെങ്ത് ഉള്ളതായ സൈന്യമായിട്ട് വാനരപ്പടകൾ തീരുകയും വീണ്ടും യുദ്ധം ആരംഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ യുദ്ധത്തിനിടെ പലവരുമായി യുദ്ധം ചെയ്ത് രാവണപുത്രന്മാർ പലവരും മരിക്കുന്നു, രാവണ സഹോദരന്മാർ പലവരും മരിക്കുന്നു. രാവണൻ മാത്രം രംഗത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇനി വിധം എല്ലാവരും
കഴിഞ്ഞ് എന്ന് ഉറപ്പായപ്പോൾ വീണ്ടും മേഘനാഥൻ ഇത് മനസ്സിലാക്കിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇനി ഞാൻ തന്നെ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞ് മേഘനാഥനും ലക്ഷ്മണനും തമ്മിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം ചെയ്ത് അവസാനം മേഘനാഥനെ കൊല്ലുന്നു. മേഘനാഥനും കൂടി മരിച്ചോടുകൂടി ഇനി ഒരു രക്ഷയുമില്ല എന്നായി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞെടുക്കുമ്പോൾ രാവണൻ തീരുമാനിച്ചു, ഇനി തനിക്ക് ഇവിടെ ജീവിച്ചിരിക്കുന്നതിലാകെ കുംഭകർണൻ മാത്രമേ ബാക്കിയുള്ളൂ. ആ കുംഭകർണൻ എന്ന് പറഞ്ഞാൽ 6 മാസം ഉറക്കമാണ്, 6 മാസം ഉണരുകയും ചെയ്യും. അയാൾ ഉറങ്ങാൻ കിടന്നിട്ട് ഇപ്പോൾ ആകെ 1 മാസമായിട്ടില്ല. 6 മാസത്തിനിടയ്ക്ക് പുള്ളിയെ ഉണർത്താൻ പാടില്ല. പുള്ളിയെ ഉണർത്തിയാൽ കോപം കൊണ്ട് ഉണർത്തിയവരെ മുഴുവൻ പുള്ളി തിന്നും. പുള്ളിക്ക് 6 മാസം ഭക്ഷണം കഴിക്കലാണ് പണി. പിന്നെ അത് ദഹിക്കാൻ 6 മാസം കിടന്നുറങ്ങുകയും ചെയ്യും. ഉണർന്നു കഴിഞ്ഞാൽ കണ്ടമാനം ഭക്ഷണം വേണം. മാത്രമല്ല ഉണരുകയുമില്ല 6 മാസമാവാതെ. പക്ഷേ ഇവിടെ ആകെ പ്രശ്നമായി നിൽക്കുകയാണ്. രാവണൻ മാത്രമേ ഉള്ളൂ, ഇനി ഉണരാതിരിക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ച് രാവണൻ ഉത്തരവിടുകയാണ് കുംഭകർണനെ ഉണർത്തുവാൻ വേണ്ടിയിട്ട്. കുംഭകർണനെ ഉണർത്തുവാൻ വാദ്യഘോഷങ്ങളോടുകൂടി ധാരാളം ശബ്ദങ്ങളുണ്ടായിട്ടും കുംഭകർണൻ ഉണരുന്നില്ല. അവസാനം കുന്തമവും നാഗസ്വരവും എല്ലാം കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ കുത്തുകയും ചെവിയിൽ കൊണ്ടുപോയിട്ട് വളരെ വലിയ ശബ്ദങ്ങളും വാദ്യഘോഷങ്ങളും ഉണ്ടാക്കുകയും ചെയ്ത് അനവധി ദിവസത്തെ പ്രയത്നം കൊണ്ടാണ് അത്ര അദ്ദേഹം ഒന്ന് ഞെരങ്ങി പിടിച്ച് ഒന്ന് ഉണരുമ്പോൾ ഈ ഉണർന്നിൽ നിന്ന് കോപമുണ്ടാവാതിരിക്കാൻ വേണ്ടി ധാരാളം മദ്യവും മാംസവും ഇങ്ങനെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ് അത്രേ. എന്നാൽ ഇത് കണ്ടിട്ടെങ്കിലും കോപം ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് ഉണരുന്നതോടുകൂടി മദ്യവും മാംസവും മുഴുവൻ കാണുമ്പോൾ അതെല്ലാം തിന്നുകൊണ്ട് മെല്ലെ മെല്ലെ വിവരം അറിയിക്കുന്നു, നമ്മുടെ രാജ്യം ആകെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്, ഇനി രാവണൻ മാത്രമേ ബാക്കിയുള്ളൂ. ഉടനെ കുംഭകർണൻ രാവണനെ ചെന്ന് ശകാരിക്കുകയാണ്, ഇതിനൊക്കെ പോകേണ്ട വല്ല കാര്യവുമുണ്ടോ? എന്നെ വെറുതെ ഉറക്കത്തിന് ഉണർത്തിയില്ലേ, എൻ്റെ ഉറക്കം തന്നെ കളഞ്ഞില്ലേ, എല്ലാവരുടെയും ഉറക്കം കളയലല്ലേ പണി എന്നെല്ലാം പറഞ്ഞ് രാവണനെ അങ്ങേയറ്റം ശകാരിക്കുന്നു. രാവണൻ പറയുന്നു, സഹോദര, ഈ സമയത്ത് നീയും എന്നെ കൈവിട്ടാൽ പിന്നെ എനിക്ക് ആരാണുള്ളത്? കുംഭകർണൻ പറയുന്നു, ജ്യേഷ്ഠനെ ഞാൻ ഒരിക്കലും കൈവിടുന്നില്ല, ഞാൻ തീർച്ചയായിട്ടും സഹായിക്കാം, എനിക്ക് എന്ത് പറ്റിയാലും വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുംഭകർണൻ അവസാനം യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നു. ദിവസങ്ങളോളം യുദ്ധം ചെയ്തുകൊണ്ട് കുംഭകർണനും മരിക്കുന്നു. ഇനി ആരാണുള്ളത് എന്ന് രാവണൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം കഥ പറഞ്ഞു പോവുകയാണ്. ഇന്ന് നിർത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് നാളെ ഭാഗവതം തുടങ്ങാൻ സാധ്യമല്ല. അപ്പോൾ അവസാനം ഇനി ഒരേ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. തൻ്റെ ഒരു പുത്രനുണ്ടത്രേ, പാതാളത്തിൽ അഹിരാവണൻ എന്ന് പറഞ്ഞൊരു പുത്രനുണ്ട്. ബാക്കി എല്ലാവരും ചത്തുപോയി. ഈ അഹിരാവണനെ വിവരമറിയിക്കുകയാണ്. പാതാളത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അഹിരാവണനെ വിവരമറിയിക്കുന്നു. ഈ ഭൂമിയിലൊന്നും ആരുമില്ല. അഹിരാവണൻ അതിസമർത്ഥനാണ്, ധാരാളം മായാവിദ്യകൾ അറിയുന്ന ആളാണ്, മായാപ്രകടനങ്ങൾ അറിയുന്ന ആളാണ്. ആ അഹിരാവണൻ പാതാളത്തിൽ നിന്നും ഉയർന്നു വന്ന് താൻ വിഭീഷണൻ്റെ വേഷം ധരിച്ച് ഈ നിൽക്കുന്ന വാനരന്മാരുടെ ഇടയിലൂടെ രാത്രി സഞ്ചരിച്ച് എല്ലാ വാനരന്മാരും കിടന്നുറങ്ങുന്ന സമയത്ത്, രാമനും ലക്ഷ്മണനും കിടന്നുറങ്ങുന്ന സമയത്ത് ആർക്കും സംശയമില്ലാത്ത രീതിയിൽ വിഭീഷണ വേഷവും ധരിച്ചുകൊണ്ട് അവിടെ വന്ന് രാമനെയും ലക്ഷ്മണനെയും പൊക്കി നേരെ കടലിലേക്ക് ചാടി അങ്ങ് പാതാളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ രാമനെയും ലക്ഷ്മണനെയും കാണുവാനില്ല. ഉടനെ വിഭീഷണൻ പറഞ്ഞു, ഇത് വേറെ ആരും ആയിരിക്കുകയില്ല, ഇത് അഹിരാവണന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് അഹിരാവണനായിരിക്കും. അഹിരാവണൻ്റെ സ്ഥലം ഈ കടലിനടിയിലാണ്, പാതാളത്തിലാണ് എന്ന് പറയേണ്ട താമസം ഹനുമാൻ വെള്ളത്തിലേക്ക് ചാടി ഹനുമാൻ അങ്ങ് നേരെ പാതാളത്തിലേക്ക് പോയി. പാതാളത്തിലെത്തുമ്പോൾ അവിടെ കാണുന്നത് അഹിരാവണൻ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ ബലിക്കല്ലിൽ കയ്യും കാലുമെല്ലാം കെട്ടി ചങ്ങലക്കിട്ട് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും തല ബലിക്കല്ലിൽ വെച്ചുകൊണ്ട് വാളോങ്ങി നിൽക്കുകയാണ് തല വെട്ടുവാൻ വേണ്ടിയിട്ട്. ഇതാണ് ഹനുമാൻ കാണുന്നത്. അപ്പോൾ തല വെട്ടുന്നതിന് മുമ്പായിട്ട് ദേവീ പൂജയുണ്ട്. ഈ ദേവീ പൂജയ്ക്ക് കൊണ്ടുപോകുന്ന പഴങ്ങളിലും മാലകൾക്കും ഇടയിലൂടെ ഹനുമാൻ ചെറിയ രൂപം ധരിച്ച് അതിൽ കിടന്നുകൂടിയത്രേ. എന്നിട്ട് ദേവിക്ക് ചാർത്തുന്ന മാലയ്ക്കുള്ളിൽ കയറിക്കൂടി ദേവിക്ക് ചാർത്തുന്ന മാലയ്ക്കുള്ളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് അവിടെ നിന്നുകൊണ്ട് രാം 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 എന്ന് ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവസാന സമയത്ത് ഇവർ വെട്ടുകയാണ് എന്ന് ഉറപ്പുള്ള സമയത്ത് രാമചന്ദ്രൻ ഒന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നത് ഹനുമാനെയാണ്. രാം രാം എന്ന് വിളിച്ച് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ഹനുമാൻ കാണുന്നത് ശംഖചക്ര കഥാപത്മത്തോടു കൂടി ഭഗവാൻ നിൽക്കുന്നതാണ്. വെട്ടിയില്ല എന്നായപ്പോൾ എല്ലാം തവിട് പൊടിയാക്കിക്കൊണ്ട് ഹനുമാൻ അവിടെ നിന്ന് ചാടുകയും വെട്ടുന്ന എല്ലാ സേനാനായകന്മാരെയും തട്ടിമാറ്റി അവരെ മുഴുവൻ കൊന്ന് അഹിരാവണനെയും കൊന്ന് അവിടെ നിന്ന്
രാമനെയും ലക്ഷ്മണനെയും വീണ്ടെടുത്തുകൊണ്ട് തൻ്റെ ചുമലിൽ കയറ്റിക്കൊണ്ട് ഹനുമാൻ വീണ്ടും ലങ്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ്. ഇങ്ങനെ ഹനുമാൻ പല പ്രാവശ്യവും, ലക്ഷ്മണൻ മരിച്ചപ്പോഴും ഹനുമാനാണല്ലോ രക്ഷിച്ചത്, അമൃത സഞ്ജീവനി കൊണ്ടുവന്ന്. ഇങ്ങനെ പല പ്രാവശ്യവും ഹനുമാൻ രക്ഷിക്കുന്നതെല്ലാം തനിക്ക് ശക്തി ഉണ്ടാകുന്നത് രാം രാം എന്ന് വിളിച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോഴെല്ലാം രാമായണം നമ്മളോട് പറയുന്നു, നാമത്തിന് നാമിയേക്കാൾ ശക്തിയുണ്ട് എന്നാണ്. രാമന് വല്ലതും പറ്റിയാൽ പോലും രാമനെ രക്ഷിക്കുന്നത് രാമനാമമാണ്. അപ്പോൾ നാമിയാണ് രാമൻ, നാമമാണ് രാമ എന്ന ശബ്ദം. നാമിയേക്കാൾ എന്നും ശക്തിയാണത്രേ നാമത്തിന്. നാമി എന്ന രാമനും കൃഷ്ണനും ഒരു കാലത്ത് ലോകത്തിൽ ജനിച്ചു, ഇപ്പോൾ അവർ ഇല്ലാതെയായി. പക്ഷേ രാമനാമം ഇനി ഇല്ലാതാവുകയില്ല. എന്നും ലോകമുണ്ടോ അത്രയും കാലം രാമനാമമുണ്ട്, അത്രയും കാലം കൃഷ്ണനാമമുണ്ട്. നാമം ഒരിക്കലും നശിക്കുകയില്ല. അതുകൊണ്ട് നാമം നാമീയത്തേക്കാൾ മഹത്വമാണ് എന്ന് രാമായണം പലപ്പോഴും നമ്മെ ബോധ്യപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ പോയാലും നാം നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത്. അവരാരും ഇപ്പോൾ ഇന്ന് ഇഹലോകവാസം വെടിഞ്ഞവരാണ് എന്ന് വിചാരിച്ച് അവർക്ക് ശക്തിയില്ല എന്ന് നാം വിചാരിക്കുന്നില്ല. അവരുടെ ശക്തി അതിൻ്റെ 10 മടങ്ങായി ഈ നാമത്തിലിരിക്കുന്നു. ആ നാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏത് നിമിഷവും അവരെ ഈ നാമം നമ്മുടെ മുന്നിൽ എത്തിക്കുമെന്നാണ് നമ്മുടെ സംസ്കാരം നമ്മളോട് പറയുന്നത്. അതാണ് ആചാര്യന്മാർ നമ്മൾ പറയുന്നത്. അതാണ് രാമായണം നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് ഹനുമൽ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാമനാമത്തിലൂടെ രാമനെ രക്ഷിക്കുന്നു, രാമനാമത്തിലൂടെ ലക്ഷ്മണനെ രക്ഷിക്കുന്നു. അങ്ങനെ തിരിച്ചു വരുന്നു. വീണ്ടും അവസാനം രാവണനുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്നു. മണ്ഡോദരി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, ഈ അവസാന നിമിഷമെങ്കിലും എല്ലാവരും നഷ്ടപ്പെട്ടു പോയി, ഇനി അങ്ങെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സീതയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. രാവണൻ തയ്യാറായിട്ടില്ല. രാവണൻ ഈ സമയത്ത് വീണ്ടും ചതിപ്രയോഗത്തിന് തയ്യാറാവുകയാണ്. രാവണൻ തൻ്റെ മായ പ്രകടനത്തിലൂടെ രാമനെ സൃഷ്ടിച്ച് രാമൻ്റെ തല വെട്ടിയിട്ട് രാമൻ്റെ തലയുമായി സീതയെടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് സീതാദേവിയോട് പറയുകയാണ്, അതാ നിൻ്റെ രാമൻ ലങ്കയിലേക്ക് എത്തിക്കഴിഞ്ഞു, രാമനെ ഞാൻ കൊന്നു കഴിഞ്ഞു, ഇതാ രാമൻ്റെ തല എന്ന് പറഞ്ഞ് തല കാണിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് സീതാദേവി പരിഭ്രമിച്ചുപോയി, ആകെ ഉറക്കെ കരയാൻ തുടങ്ങി. പ്രാണനാഥ എന്ന് വിളിച്ചുകൊണ്ട് ബോധമറ്റ് നിലത്ത് വീണു. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ തന്നെ അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സീതയെ സമാധാനിപ്പിക്കുകയും ചെയ്തു. രാവണൻ അവസാനം ഇതുകൊണ്ടൊന്നും സീത മയങ്ങുകയില്ല എന്ന് ഉറപ്പായപ്പോൾ രാമനുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. രാമനുമായി യുദ്ധം ചെയ്യുമ്പോൾ രാവണൻ്റെ എല്ലാവിധ കഴിവുകളും ഒരുമിച്ച് പ്രയോഗിച്ച് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് രാവണനെ കൊല്ലുവാൻ അല്പം പ്രയാസമായി വന്നു. കാരണം രാവണൻ്റെ ഒരു തല കളഞ്ഞാൽ ഉടനെ മറ്റേ തല പ്രത്യക്ഷപ്പെടും. കാണുമ്പോൾ ഒരു തലയിൽ ഉള്ളുവെങ്കിലും 10 തല ആവശ്യമുള്ളപ്പോൾ എല്ലാം ഉപയോഗിക്കുവാൻ വേണ്ടിയാണത്രേ. അല്ലാതെ ഒരുമിച്ച് 10 തലയുമായിട്ട് രാവണൻ നടക്കാറില്ല. സാധാരണ തമാശയ്ക്ക് കുട്ടികൾ ചോദിക്കാറുണ്ട്, ഒരുമിച്ച് ഇങ്ങനെ 10 തല വെച്ചാൽ രാവണനെ എങ്ങനെയാണ് ചെരിഞ്ഞ് കിടക്കുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ രാവണന് ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരുമിച്ച് തല വെച്ചാൽ. ഇത് തൻ്റെ തല ഒന്ന് പോകുമ്പോൾ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മറ്റേ തല തനിക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പലപ്പോഴും രാവണൻ്റെ തലകൾ അറുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം വേറെ തല വരികയാണ്. പിന്നെയും മറ്റേ തല വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് രാവണന് കിട്ടിയ വലിയ ഒരു അനുഗ്രഹമാണിത്. അതുകൊണ്ട് രാമൻ എത്ര തന്നെ പ്രയത്നിച്ചിട്ടും രാവണനെ കൊല്ലാൻ സാധിക്കാതെ ഓരോ ദിവസവും യുദ്ധം നിർത്തി പിറ്റേ ദിവസത്തേക്ക് യുദ്ധം വയ്ക്കും. ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും രാവണൻ തീരുമാനിച്ചു, എനിക്ക് ജയിക്കണമെങ്കിൽ വീണ്ടും ഞാൻ തപസ് അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിലൂടെ രാവണൻ തപസ് ചെയ്യാൻ പോകുന്നു. വിഭീഷണൻ പറയുന്നു, രാവണൻ തപസ്സിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവണനെ നമുക്ക് തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അംഗദനും മറ്റ് വാനരന്മാരും കൂടി തീരുമാനിക്കുന്നു, രാവണനെ എങ്ങനെയെങ്കിലും ഈ തപസ് ഇളക്കണം എന്ന് തീരുമാനിക്കുന്നു. അവരവിടെ ചെന്ന് എല്ലാവിധത്തിലുള്ളതായ തൻ്റെ പ്രയോഗങ്ങളോടുകൂടി രാവണനെ ഇടിച്ചും കുത്തിയും ഈ ഹോമത്തിലേക്ക് പലതും വലിച്ചെറിഞ്ഞിട്ടും അങ്ങനെ രാവണൻ്റെ തപസ് ഇളക്കുന്നു. അങ്ങേയറ്റം കോപത്തോടുകൂടി രാവണൻ വീണ്ടും രാമനോട് യുദ്ധം ചെയ്യാൻ വരുന്നു. അങ്ങനെ രാമനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും പകലിനെ മുഴുവൻ ഇരുട്ടാക്കി മാറ്റുന്നു, കാർമേഘങ്ങളെ ഉണ്ടാക്കുന്നു, മഴ പെയ്യിപ്പിക്കുന്നു, ഇടിവെട്ടിക്കുന്നു. രാവണൻ തനിക്ക് തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും ശിവനിൽ നിന്നും കിട്ടിയ സകല കഴിവുകളും ഒരുമിച്ച് രാമനോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മണനും വാനരന്മാരും അംഗദനും സുഗ്രീവനും എല്ലാം അമ്പരന്ന് പോയി. ഇങ്ങനെയൊരു കഴിവ് രാവണനുണ്ട് എന്ന് ആരും വിചാരിച്ചില്ല എന്നാണ്. അവസാനം രാമൻ തീരുമാനിക്കുകയാണ്, ഇനി രാവണനെ കൊല്ലണമെങ്കിൽ ഒരുമിച്ച് 32 അമ്പുകൾ ഒരുമിച്ച് അയക്കുവാൻ തീരുമാനിച്ചു. പിന്നെ 32 അമ്പുകൾ ഒന്നിച്ച് 10 തലകളും 10 കഴുത്തുകളും ഓരോ ദേഹത്തിനും 2 കൈകൾ വീതം കൈകളുള്ള 20 കൈകളും എല്ലാം കൂടി 32 എണ്ണം ഒരുമിച്ച് പ്രയോഗിച്ച്
31ാമത്തെ ഒരമ്പ് തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഒരുമിച്ച് ഇത്രയധികം അമ്പുകൾ ഒരുമിച്ച് പ്രയോഗിച്ചിട്ടാണ് അത്രേ രാവണനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൊല്ലുന്നത്. അങ്ങനെ രാവണനെ കൊന്നു. രാവണനെ കൊന്നോടുകൂടി ഇനി അടുത്തത് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാവരും കൂടി രാമചന്ദ്ര പ്രഭു കി ജയ് എന്ന് പറഞ്ഞ് അശോകവനിയിലെത്തി. അശോകവനിയിൽ സീത രാമനെ കണ്ടപ്പോൾ പ്രഭോ എന്ന് വിളിച്ച് രാമൻ്റെ പാദുകത്തിലേക്ക് ഓടി വന്നപ്പോൾ രാമൻ നിൽക്കാൻ പറഞ്ഞു. രാമൻ അനുവദിച്ചില്ല. തൻ്റെ കാക്കൽ വീഴുവാനും തന്നെ സ്പർശിക്കുവാനും രാമൻ അനുവദിച്ചില്ല. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വർഷക്കാലം വിട്ടുനിന്നിട്ട് പോലും അവസാന നിമിഷത്തിൽ താൻ ജയിച്ച് വിജയശ്രീ ലാളിതനായി വന്ന് സന്തോഷത്തോടുകൂടി ധർമ്മപത്നി തന്നെ സമീപിക്കുമ്പോൾ നീ നിൽക്ക്, എന്നെ തുടരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ് അർത്ഥമെന്ന് മനസ്സിലായില്ല. രാമൻ പറഞ്ഞു, ഇത്രയും കാലം ഇവൾ ലങ്കയിൽ കഴിഞ്ഞവളല്ലേ, അതും അന്യ അസുരൻ്റെ രാജ്യത്തിൽ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ രാജ്യത്തിലേക്ക് ഇവൾ തിരിച്ചു വരുമ്പോൾ അവളുടെ പരിശുദ്ധിയെക്കുറിച്ചും പരിപാവനതയെക്കുറിച്ചുമൊക്കെ പവിത്രതയെക്കുറിച്ചുമൊക്കെ നാട്ടുകാർ തെറ്റിദ്ധരിക്കും. എന്തു തന്നെയാലും ഒരു സ്ത്രീ കുറേ കാലം ഇന്ന ആളുടെ കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഉടനെ ചീത്തപ്പേരായി മാറി. ആ ചീത്തപ്പേരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമുക്കെല്ലാം വിശ്വാസമാണെങ്കിലും പ്രജകൾക്കൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് ആ വിശ്വാസം വരുത്തുവാൻ വേണ്ടി അഗ്നിപ്രവേശനം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ അഗ്നിപ്രവേശനത്തിലൂടെ സീത തൻ്റെ പാതിവൃത്യവും പവിത്രതയും പരിശുദ്ധിയും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കട്ടെ, എന്നിട്ടേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയുന്നു. സീതാദേവിക്ക് അതിന് യാതൊരു മടിയുമില്ല. പക്ഷേ സുഗ്രീവനും അംഗദനും ഹനുമാനും ഒക്കെ അതിനെടുത്തു. ഭഗവാൻ ഇങ്ങനെ കഠിന ഹൃദയനാവരുത്, സീതാദേവിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതല്ലേ, എത്ര ത്യാഗങ്ങൾ സഹിച്ച് അവിടെ കഴിഞ്ഞുകൂടി, ഇപ്പോൾ അവസാനം ഇതാണോ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചെങ്കിലും സീത സന്തോഷത്തോടുകൂടി അതിന് തയ്യാറാവുകയാണ്. അങ്ങനെ അഗ്നിപ്രവേശനം ചെയ്യുന്നു. അഗ്നിപ്രവേശനം ചെയ്യുന്നതിൻ്റെ പിന്നിലെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ മായാസീത മാറിയിട്ട് യഥാർത്ഥ സീത വരികയാണത്രേ. ഒരു കാലത്ത് ലക്ഷ്മൺ രേഖയിലൂടെ അഗ്നിയിലേക്ക് പ്രവേശിച്ച യഥാർത്ഥ സീത വീണ്ടും അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ വേണ്ടിയാണ് അവിടെ അഗ്നി ജ്വലിപ്പിച്ചത് എന്നാണ്. പക്ഷേ അത് കാണുന്നവർക്കൊക്കെ ഇങ്ങനെയൊരു സംശയം ഉണ്ടാകുവാൻ വേണ്ടി തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അഗ്നിപ്രവേശനത്തിന് പറയുകയും സീത സന്തോഷത്തോടെ അഗ്നിപ്രവേശനത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് തൻ്റെ മായാസീതയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ സീതയായിട്ട് വെളിയിലേക്ക് വരികയും ചെയ്തു. ഇനി ദിവസം നോക്കുമ്പോൾ ആകെ ഒരു ദിവസമേ ബാക്കിയുള്ളൂ. ഈ ഒരു ദിവസം 14 വർഷം തികയുവാൻ ഒരു ദിവസമേ ബാക്കിയുള്ളൂ. ഈ ഒരു ദിവസത്തിനുള്ള അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഭരതൻ ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനി നോക്കി നിൽക്കാൻ സമയമില്ല. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഇങ്ങോട്ട് വർഷങ്ങളോളം എടുത്താണ് നാം നടന്നെത്തിയത്, ഇനി അങ്ങോട്ട് നടന്നു പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് രാവണൻ്റെ പുഷ്പക വിമാനത്തിൽ എല്ലാവർക്കും മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. രാമനും അംഗീകരിച്ചു. പുഷ്പവിമാനമെടുത്ത് അതിൽ കൊള്ളാവുന്നിടത്തോളം ആളെയും കയറ്റിയിട്ട് ലക്ഷ്മണനും ശ്രീരാമനും സീതയുമായി കൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ ഗംഗാനദീ തീരത്തെത്തിയപ്പോൾ ഗുഹൻ വന്ന് രാമ എന്ന് വിളിച്ചപ്പോൾ അവിടെ ഇറക്കി. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. ഗംഗാനദീ തീരം കഴിഞ്ഞാൽ പിന്നെ അയോധ്യയിലേക്ക് അധികം ദൂരമില്ല. ഗംഗാനദീ തീരത്ത് പുഷ്പവിമാനം ഇറക്കിയിട്ട് ഗുഹനെ വിളിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഈ പുഷ്പവിമാനം ഞാൻ അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയില്ല. കാരണം ഇത് രാവണൻ കുബേരനിൽ നിന്നും കട്ടെടുത്തതാണ്. അതുകൊണ്ട് കട്ടവനിൽ നിന്ന് കക്കുവാൻ ഞാനില്ല. ഇത് തിരിച്ച് കുബേരനെ കൊടുക്കുവാനുള്ള ഏർപ്പാട് ഗുഹനെ ഏൽപ്പിക്കുകയാണ്. കുബേരനോട് ചെന്ന് പറയണം, ഇങ്ങനെ വിമാനം ഇവിടെ ഈ തീരത്ത് വെച്ചിരിക്കുന്നു, ഇത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഗുഹനോട് തന്നെ അക്കരെ കടത്തുവാൻ പറയുന്നു. ഗുഹന് സന്തോഷമായി. ഗുഹൻ തന്നെ ഇങ്ങോട്ട് കടത്തിയ ഗുഹൻ തന്നെ ഗംഗാനദിയുടെ അക്കരെ കടത്തുന്നു. ഗുഹനും കൂടെ വരികയാണ്. എല്ലാവരും കൂടി കൃത്യസമയത്ത് തന്നെ അയോധ്യയിലെത്തുന്നു. അയോധ്യയിലെത്തുന്നു എന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. ദിവസം എണ്ണി നിൽക്കുകയാണ് എല്ലാവരും. ഭരതന് അതിലപ്പുറം അറിയാം, ശത്രുഘ്നന് അതിലപ്പുറം അറിയാം. അവർക്കൊന്നും വിഷമമൊന്നുമില്ല. അഥവാ രാമൻ വന്നില്ലെങ്കിലോ എന്നുള്ള വിഷമമൊന്നുമില്ല. വന്നില്ലെങ്കിൽ രാമൻ വിചാരിച്ച് വരാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ രാമൻ ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് വരാതിരിക്കുക എന്നല്ലാതെ വല്ലതും സംഭവിക്കുമോ എന്നുള്ള സംശയമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയോധ്യ പട്ടണം മുഴുവൻ അലങ്കരിച്ച് തോരണങ്ങൾ തൂക്കി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആദരവും സ്വീകരണത്തിനു വേണ്ടിയുള്ള ഗേറ്റുകളും ബാനറുകളും തൂക്കിക്കൊണ്ട് എല്ലാവരും സന്തോഷത്തിലാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും എല്ലാവരും കൂടി സ്വീകരിക്കുകയാണ്. സ്വീകരിച്ച് ഇവിടെ സിംഹാസനത്തിൻ്റെ അടുത്തെത്തിയിട്ട് എല്ലാവരും ഒരുപോലെ രാമനും ഭരതനും തമ്മിൽ കണ്ടപ്പോൾ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അത്രേ. ലക്ഷ്മണന് പോലും തിരിച്ചറിയുന്നില്ല അത്രേ ഇത് രാമൻ ഏതാണ് ഭരതൻ ഏതാണ് എന്ന് തിരിച്ചറിയുന്നില്ല എന്നാണ്.
രണ്ടുപേരും മരവുരിയാണ് എടുത്തിരിക്കുന്നത്. രണ്ടുപേരും ഒരേ രീതിയിലാണ്. അല്പനേരം അടുത്ത് നിന്നപ്പോൾ അമ്മമാർക്ക് മാറിപ്പോകുന്നത്രേ രാമൻ ഏതാണ് ഭരതൻ ഏതാണെന്ന് മാറിപ്പോകുന്നു. ഇങ്ങനെ ആയിരുന്നില്ല അത്രേ. അത് എന്തുകൊണ്ടാണ് ഭരതൻ രാമനെ പോലെ ആയത് എന്നാണ്. ഇവിടെയാണ് മനസ്സ് തപസ് ചെയ്ത് ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ മനസ്സ് ക്രമേണ അതായി മാറുന്നു എന്നാണ്. ഇതാണ് ഹൈന്ദവ ഫിലോസഫിയുടെ ആധാരം. നാം ഈശ്വരനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിലും ദൈവീകത്വം വരികയാണ്. രാം 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരതൻ രാമരൂപമായി മാറുകയാണ്. നമ്മളിതിനു മുമ്പേ പറഞ്ഞല്ലോ, വേട്ടാളൻ്റെ കൂട്ടിലിരിക്കുന്ന പുഴു വേട്ടാളിനെ തന്നെ ധ്യാനിച്ചിരുന്ന അവസാനം മറ്റൊരു വേട്ടാളനായിട്ട് പറന്നു പോകുന്നത് മാതിരി രാമ 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 എന്ന് ചിന്തിച്ച് ഭരതൻ രാമനായി മാറുകയാണ്. എന്നിട്ട് ലക്ഷ്മണനും ശത്രുഘ്നനും പോലും ശങ്കിക്കുന്നു, ഇതിലേതാണ് ഭരതൻ, ഇതിലേതാണ് രാമൻ. കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കും മനസ്സിലാകുന്നില്ല ഏതാണ് രാമൻ. ഗുരുവാകുന്ന വസിഷ്ഠ ഗുരുവിന് മനസ്സിലാകുന്നില്ല ആരാണ് രാമൻ ഭരതനെന്ന്. അവസാനം ഭരതൻ രാമൻ്റെ പാദുകത്തിൽ നമസ്കരിക്കുമ്പോഴാണത്രേ എല്ലാവർക്കും മനസ്സിലാകുന്നത് ഇന്നാൾ രാമനാണെന്നും ഇന്നാൾ ഭരതനാകണമെന്നും. ഉടനെ എല്ലാവരോടും പറയുകയാണ്, ഈ വസ്ത്രങ്ങളെല്ലാം മാറ്റി നിങ്ങളെല്ലാവരും പട്ടുവസ്ത്രധാരികളായിക്കൊണ്ട് സ്വർണ്ണാഭരണഭൂഷിതരായി നിങ്ങളെല്ലാവരും പട്ടാഭിഷേകത്തിന് തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞു അത്രേ, ഭരതൻ വേഷം വേറെ ധരിക്കണം, രാമൻ വേറെ വേഷം ധരിക്കണം. രണ്ടാളും ഒരേ കളർ ധരിച്ചാൽ അപ്പോഴും കൺഫ്യൂഷനാവും. അത്രയധികം അവർ തമ്മിൽ ഒരേമാതിരിയുള്ള റിസംബ്ലൻസ് തോന്നിക്കുമാറ് ഭരതൻ്റെ ഹൃദയം രാമമയമാക്കി മാറ്റിയെന്ന്. രാമായണത്തിലുടനീളം ഭരതൻ്റെ ഭക്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ പേര് തന്നെ അതിന് അന്വർത്ഥമാണ്. ഭാവം രാഗം താളം. ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭാവം ഭക്തിയാണ്. രാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രാഗം അച്ചടക്കമാണ്. താളം എന്ന് പറഞ്ഞാൽ കർമ്മനിരതരാവുകയാണ്. ഈ വാക്കിലൂടെ തന്നെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഭരതൻ രാമനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ രാമപട്ടാഭിഷേകത്തിന് വീണ്ടും രംഗമൊരുക്കി ഗുരുവിൻ്റെ നേതൃത്വത്തിൽ എല്ലാവിധ മന്ത്രോച്ചാരണങ്ങളോടും കൂടിയിട്ട് എല്ലാവിധത്തിലുള്ളതായ പൂജകളും ചെയ്ത് ശ്ലോകങ്ങളെല്ലാം ചൊല്ലി ബ്രാഹ്മണന്മാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി, അയൽവക്കത്തുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി. പിറ്റേന്ന് കാലത്ത് രാമപട്ടാഭിഷേകത്തിന് തയ്യാറാകുന്നു. എല്ലാവരും വന്നു നിന്ന് രാമപട്ടാഭിഷേകം നടക്കുന്ന അവസരത്തിൽ ഈ രാമപട്ടാഭിഷേകം നടന്ന ഉടനെ തന്നെ ഏറ്റവും വിലപിടിച്ച രത്നാഭരണങ്ങളിൽ ഒന്നായിട്ടുള്ള ലോകത്തിൽ ഇന്നേ വരെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിലപിടിപ്പുള്ളതായ ലങ്കയിലെ ഒരു ആഭരണം കൊണ്ടുവന്നിട്ടുണ്ട് വിഭീഷണൻ. വിഭീഷണൻ ഈ ആഭരണം നേരെ സീതാദേവിക്ക് സമർപ്പിക്കുകയാണ്. അമ്മേ, ഈ സമയത്ത് എൻ്റെ ഒരു പാരിതോഷികമിതാ എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ ആ രത്നാഭരണം സീതാദേവിക്ക് കൊടുക്കുന്നു. സീതാദേവി ശ്രീരാമനോട് ചോദിക്കുന്നു, ഇത് എന്താ ചെയ്യേണ്ടത് എന്ന് സീത ചോദിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ രണ്ടുപേരും തീരുമാനിച്ചു, നമ്മളെ എല്ലാവരെയും ഇത്ര വരെ രക്ഷിച്ച് നമ്മളിവിടെ എത്തിക്കുവാനും ഏറ്റവും അധികം പ്രയത്നിച്ച ആൾ ഹനുമാനാണ്. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഇത്രയും വില പിടിച്ച ഈ രത്നമാല നമുക്ക് ഹനുമാന് കൊടുത്തു കളയാൻ തീരുമാനിച്ചു അത്രേ. അപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ കൂടിയ സദസ്സിൽ വെച്ചാണ്, ഈ പട്ടാഭിഷേക സന്നിധാനത്തിൽ വെച്ചാണ് ഇങ്ങനെ സീതാദേവി വളരെ വലിയൊരു പാരിതോഷികം കൊടുക്കുന്നത് ഹനുമാനെ വിളിച്ചു വരുത്തിയിട്ട് ഈ രത്നമാല ഹനുമാൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എല്ലാവരും ഹനുമാന് ജയാവരങ്ങൾ മുഴക്കി ഹനുമാനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഹനുമാൻ ഈ രത്നാവരങ്ങളിലെ ഓരോ രത്നമായി പൊട്ടിക്കുകയാണ്. ഇത് കണ്ട് മറ്റുള്ളവർക്ക് കോപം വരുന്നു. ഇത്രയധികം വിലപിടിച്ച ഒരു മാല ഹനുമാൻ ഇങ്ങനെ പൊട്ടിച്ച് കിലുക്കി നോക്കി തൻ്റെ കാതിൽ വയ്ക്കുകയാണ്. കാതിൽ വെച്ച് ഓരോ രത്നങ്ങളായി വലിച്ചെറിയുന്നു. കാണുന്നവർക്കൊക്കെ ഇത്രയും നല്ലൊരു മുഹൂർത്തത്തിൽ ഇത്ര കാര്യമായിട്ട് മഹാലക്ഷ്മി സമ്മാനിച്ചതായ ഈ രത്നമാല അവഗണിച്ചുകൊണ്ട് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ഹനുമാൻ ഇങ്ങനെ പൊട്ടിച്ച് ചെവിയിൽ വെച്ച് വലിച്ചെറിഞ്ഞ് ആ രത്നമാലകളുടെ ഓരോ മണികളായി വേർതിരിച്ച് അത് നശിപ്പിച്ച് വലിച്ചെറിഞ്ഞു എന്നാണ്. സാധാരണ ചൊല്ലുണ്ട്, കുരങ്ങൻ്റെ കയ്യിൽ മാല കിട്ടിയതുപോലെയെന്ന്. ആ ചൊല്ല് തന്നെ ഉണ്ടായത് ഇങ്ങനെയാണത്രേ. ഇത്ര വിലപിടിച്ച മാലയായിരുന്നിട്ട് പോലും ഇതെല്ലാം ഹനുമാൻ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ ജനം മുഴുവൻ ഹനുമാനെതിരായി മാറി. ഹനുമാനെതിരായി മാറിയപ്പോൾ എല്ലാവരും കൂടി ഹനുമാനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇത് കണ്ട് വാസ്തവത്തിൽ രാമൻ മാത്രം ചിരിക്കുന്നു, സീതയ്ക്ക് കോപം വരുന്നു.
ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും കോപം വരുന്നു. കാരണം അത്രയും വലിയ അവഹേളനമല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് എന്തെങ്കിലും ഒരു പാരിതോഷികം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ ഇതൊക്കെ പൊട്ടിച്ച് വലിച്ചെറിയാന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഒരു അപമാനം ഇനി വേറെ എന്താ ഉള്ളത്? അതുപോലെ അതിനേക്കാൾ വലിയ അപമാനമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനോടും സീതയോടും കാണിച്ചത് എന്ന് എല്ലാവരും ഹനുമാനിൽ ആരോപിക്കപ്പെടുകയാണ്. അപ്പോൾ രാമൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചളയാം ഹനുമാനോട്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് ഹനുമാൻ തന്നെ പറയട്ടെ എന്ന് ഹനുമാനോട് ചോദിക്കുമ്പോൾ ഹനുമാൻ പറയുകയാണ്, ഇത് വിഭീഷണൻ തന്നതാണെങ്കിലും ഇത് രാവണൻ്റെ മാലയാണ്. രാവണൻ്റെ മാലയായതുകൊണ്ട് തന്നെ ഇതിൽ രാമനാമമില്ല. ഞാൻ ഓരോ രത്നങ്ങളായിട്ട് എൻ്റെ ചെവിയിൽ വെച്ച് നോക്കുകയായിരുന്നു, ഇതിൽ ഏതെങ്കിലും രാമനാമമുണ്ടോ എന്ന്. ഇത് രാമനാമം സ്പർശിക്കാത്ത മാലയായതുകൊണ്ട് ഇത് വെറുതെ കളയാനല്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇത് അത്രയും താമസികമാകുന്ന മാലയാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എല്ലാവരും ശകാരിച്ചു. ഇത്ര നിർജീവമായി കിടക്കുന്ന ഈ അജര വസ്തുക്കളിലാണോ രാമനാമം ഉണ്ടാവുക? നീ പറഞ്ഞു കേട്ടാൽ ഇങ്ങനെ എല്ലാവരുടെയും ദേഹത്തിലുള്ള മാലകളൊക്കെ ഇങ്ങനെ രാമനാമം ചൊല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ തൻ്റെ ദേഹത്തിൽ നിന്ന് ഒരു മാല എടുത്തിട്ട് എല്ലാവരോടും പറഞ്ഞ് ചെവിയിൽ വെച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മാലയിലൊക്കെ രാം 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 എന്ന് പറയുന്നു. എന്നിട്ട് ഹനുമാൻ മറ്റുള്ളവരോട് പറയുകയാണ്, ഓരോ രോമകൂപങ്ങളിൽ നിന്നും രോമേതി രാമനാമ മന്ത്രങ്ങളായിരിക്കണം പുറത്തേക്ക് വരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വീണ്ടും കളിയാക്കി. എല്ലാവരുടെ രോമത്തു നിന്നും അങ്ങനെ രാമനാമം വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ തൻ്റെ ഒരു രോമം പറിച്ചു എന്നാണ്. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്നവരോടൊക്കെ സംശയമുണ്ടെങ്കിൽ എൻ്റെ ദേഹത്തിന് എത്ര രോമം നിങ്ങൾ പറിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ പലവരും രോമം പറിച്ച് ചെവിയിൽ വെച്ചപ്പോൾ സ്പീക്കറിലൂടെ കേൾക്കുന്നത് മാതിരി കേൾക്കുകയാണത്രേ, രാം 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 എന്ന് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. ഇപ്പോൾ രോമകൂപങ്ങളിലൂടെ രാമനാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് രാമ എന്നാണ്. രാമനാമങ്ങളെ കൊണ്ടുണ്ടാക്കിയെന്ന്. ഹനുമാൻ വാസ് ദ എംബോഡിമെൻ്റ് ഓഫ് രാമനാമ എന്നാണ്. രാമനാമങ്ങളുടെ മൂർത്തീഭാവമായിരുന്നു വാസ്തവത്തിൽ ഹനുമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാമായണത്തിലെ പട്ടാഭിഷേകം അവസാനിക്കുന്നത് ഹനുമാൻ്റെ രാമനാമ ഭക്തിയുടെ പ്രാധാന്യം നമ്മളോട് കാണിച്ചുകൊണ്ടാണ് പട്ടാഭിഷേകം അവസാനിക്കുന്നത്. ഈ പട്ടാഭിഷേകത്തിന് ശേഷം ധാരാളം കഥകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് സീതാപരിത്യാഗങ്ങളുണ്ട്, ഉത്തരരാമായണങ്ങളുണ്ട്. ഇവിടേക്കൊന്നും കടക്കുവാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവിടെ കടന്നു കഴിഞ്ഞാൽ ഇനി ഒരു അരമണിക്കൂർ നേരം നമുക്ക് സംസാരിക്കേണ്ടി വരും. പിന്നീട് എപ്പോഴെങ്കിലും 108 ദിവസങ്ങളിൽ നമുക്കുള്ളതിൽ സമയം കിട്ടുന്ന സമയത്ത് ഇനിയും ഒരു 3 മാസത്തിലധികം സമയമുണ്ട്. ഈ സമയങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടുമ്പോൾ പല ഉദാഹരണങ്ങളിലൂടെയും നമുക്കിതിൽ മറ്റു ഉപകഥകൾ ധാരാളം പറയാത്തതുകൊണ്ട് ഇന്ന് രാമായണ പ്രഭാഷണം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ആരാധ്യ പുരുഷനും അവതാര പുരുഷനുമായ ഭഗവാൻ സത്യസായിബാബയ്ക്ക് മാത്രമായി പോകുന്നു. അദ്ദേഹത്തിന് കേട്ട വാക്കുകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ എൻ്റെ നല്ല വാക്കുകളും ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പാതാരബിന്ദങ്ങളിൽ പുഷ്പങ്ങളായി സമർപ്പിക്കുന്നതോടൊപ്പം എൻ്റെ വാക്കുകൾ എന്തെങ്കിലും തെറ്റോ കുറ്റമോ അവിവേകമോ എന്തെങ്കിലും പിഴയോ അഹങ്കാരമോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദയവിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ഇവിടെ ഓരോ ദിവസവും വീണ്ടും വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പലരും പുതുതായി വരുന്നുണ്ട്. വളരെ സന്തോഷം. ഓരോ ദിവസവും പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു. നാളെയും കൂടുതൽ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ജീവിക്കാനുള്ള, കുടുംബപരമായി ജീവിക്കാനുള്ള പല കാര്യങ്ങളും കൃഷ്ണഭഗവാൻ പറഞ്ഞതിനെടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുവാൻ വേണ്ടി ബന്ധു മിത്രാദികളോടുകൂടി നിങ്ങൾ കൂടുതൽ ആൾക്കാരുമായി ഇവിടെ വന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ആശീർവദിക്കണമേ, എന്നെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോയാൽ എല്ലാം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിയുടെയും സഹോദരൻ്റെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് നമസ്കാരം. ജയ് സായിറാം.